जय माधव कुंज बिहारी जय गोपी जन वल्लभा गिरिवरधारी यशोदनंदन व्रज जनरंजन यशोदनंदन व्रज जनरंजन यमुना तीरा वनचारी जय राधा माधव कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 ഹരി ഹരി. ന്റെ ആരംഭവും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം, ഭൗതിക ജീവിതം. ഒന്ന് അവസാനിക്കുന്നു, ഒന്ന് ആരംഭിക്കുന്നു. അതാണ് ഭഗവാൻ 2-ാം അധ്യായത്തിൽ വിശദമായിട്ട് പറയുന്നത്. എന്തായാലും നമുക്ക് ഭഗവാന്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യ ഈശ്വരം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്. ജീവിതം ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അത് കഴിഞ്ഞാൽ വീണ്ടും മറ്റൊന്ന്. ഇപ്രകാരം മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന് നാം ശൈശവത്തിലേക്കും അത് കഴിഞ്ഞ് ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും പിന്നെ മരണത്തിലേക്കും. അത് കഴിഞ്ഞാലോ വൈഭാഷികര് അല്ലെങ്കിൽ ബുദ്ധമത അനുയായികള്, അതിൽ തന്നെ ഒരു വിഭാഗം, അതുപോലെ തന്നെ പാഴ്സികള്, മറ്റ് ചില മതവിഭാഗക്കാര് പറയുന്നു അമരണത്തോടു കൂടിയിട്ട് ജീവിതം അവസാനിക്കുന്നു. പക്ഷെ ഹിന്ദുമതം സനാതന ധർമ്മം പറയുന്നു ഇല്ല, ആരംഭിക്കുന്നതേ ഉള്ളൂ.
കാരണം ഭൗതിക ലോകത്തിലെ ജീവിതം ഒരു ട്രയൽ പീരീഡാണ്, നമ്മുടെ ടെമ്പററി. അത് കഴിഞ്ഞ് ആധ്യാത്മിക ജീവിതം ആരംഭിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ജീവിതം ആരംഭിക്കുന്നത്. ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മുടെ സ്വരൂപം അപ്രകാരമാണ്. ഭഗവാന്റെ നിത്യദാസനാണ്. എപ്രകാരമാണ്? അതുപോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെല്ലാം വൈശാഖ മാസം വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. ഇന്ന് പരിസമാപ്തിയാണ്. കഴിഞ്ഞു. ഭഗവത് ഭക്തിയുത സേവനം കഴിഞ്ഞു? ഇല്ല. നാളെ മുതൽ പുരുഷോത്തമ മാസം. അപ്പൊ വീണ്ടും ആരംഭിക്കുന്നു. ഇനി പുരുഷോത്തമ മാസം കഴിയുമ്പോഴോ ചാതുർമാസ്യം ആരംഭിക്കുന്നു. ചാതുർമാസ്യം കഴിയുമ്പോഴോ വീണ്ടും മണ്ഡലകാലം ആരംഭിക്കുന്നു. ഇങ്ങനെ 365 ദിവസവും ഭഗവത് ഭക്തിയുത സേവനത്തിന് വേണ്ടി നമ്മുടെ ഋഷിമാരും മഹർഷിമാരും മുനിമാരും യോഗികളും ആചാര്യന്മാരും എല്ലാം ഓരോരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഒരു ജീവാത്മാവിന്റെ സ്വരൂപം, അവന്റെ ധർമ്മം എന്താണ്? ധർമ്മം തു സാക്ഷാൽ ഭഗവത് പ്രണീതം. ഒരു ജീവാത്മാവിന്റെ ജീവസത്തയുടെ ധർമ്മം, അവന്റെ കടമ, അവന്റെ ജോലി എന്താണ്? ആ പരമാത്മാവിനെ, ഭഗവാനെ സന്തോഷിപ്പിക്കുക. അതാണ് നമ്മുടെ സ്വരൂപമെല്ലാം. അങ്ങനെ തന്നെയാണ്. എപ്രകാരമാണ് ഒരു വേലക്കാരൻ യജമാനനെ, മുതലാളിയെ സന്തോഷിപ്പിക്കുന്നത്, അതുപോലെ നാം നമ്മുടെ ആ ബീജദാതാവായ പ്രപിതാമഹനായ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം സൃഷ്ടാവായിട്ടല്ല, അല്ല ഭൗതിക പ്രപഞ്ചങ്ങളുടെയും ആധ്യാത്മിക പ്രപഞ്ചങ്ങളുടെയും എല്ലാം സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായിട്ടുള്ള നിയാമകനായ നിയന്താവായിട്ടുള്ള ഭഗവാനെ സന്തോഷിപ്പിക്കുക. ഭഗവാന്റെ വാടക വീട് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഈ ഒരു ഭൗതിക പ്രപഞ്ചത്തില്, ഭൂമിയില് എല്ലാം തന്നിട്ടുണ്ട്, അല്ലെ? ചില ഫ്ലാറ്റുകള് താമസിക്കാൻ ചെല്ലുമ്പോൾ കാലിയായിരിക്കും. സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങണം. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഫാൻ, വാട്ടർ ഹീറ്റർ, ക്ലോസറ്റുകള്, വാഷ് ബേസിൻ എല്ലാം നമ്മൾ വാങ്ങേണ്ടി വരും. കട്ടില്, കിടക്ക എല്ലാം. പക്ഷെ ചില സ്ഥലത്ത് ചെന്നാലാ, നമ്മള് ലോഡ്ജുകളില് അല്ലെങ്കിൽ നമ്മള് ദൂരദേശങ്ങളിലെല്ലാം പോകുമ്പോൾ, മായാപൂര്, വൃന്ദാവൻ, ദ്വാരകയെല്ലാം പോകുമ്പോൾ അവിടെ ഫുള്ളി ഫർണിഷ്ഡ് ഫ്ലാറ്റുകളായിരിക്കും, അല്ലെങ്കിൽ ഹോട്ടൽ മുറികളായിരിക്കും, ലോഡ്ജുകളായിരിക്കും. ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. വസ്ത്രങ്ങൾ വില തരാവുന്ന ചില വലിയ മുന്തിയ ഇനം ഹോട്ടലുകളുണ്ട്. സോപ്പ്, പേസ്റ്റ്, പൗഡർ എല്ലാം കണ്ടിട്ടില്ലേ? അതുപോലെ ഭഗവാൻ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു വാടക വീടാണ് എന്ത്? ഈ ഭൂമി. പക്ഷെ ഭഗവാൻ പറയുന്നു, ഉപയോഗിച്ചോളൂ, നിങ്ങൾ യാതൊരു വിരോധമില്ല, ഉപയോഗിച്ചോളൂ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒന്നോർത്താൽ മതി, എന്താണ്? ഇതെല്ലാം ഭഗവാന്റേതാണ്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെതാണ്. അങ്ങനെ ഒരു ചിന്ത വന്നാൽ മതി. വേറെ ഒന്നും വേണ്ട നിങ്ങൾക്ക്. ഒരു താങ്ക് യു, എപ്പോഴെങ്കിലും ഒരു താങ്ക്സ് പറയുക. അദ്ദേഹം സൂര്യനെ അയച്ചിരിക്കുന്നു, ചന്ദ്രനെ അയച്ചിരിക്കുന്നു, വായുവിനെ അയച്ചിരിക്കുന്നു, ആകാശത്തെയും അഗ്നിയെയും പഞ്ചഭൂതങ്ങളെയും ഋതുഭേദങ്ങളെയും എല്ലാം നമുക്ക് വേണ്ടിയിട്ട് അയച്ചിരിക്കുക, നമ്മുടെ ജീവിതം സുഗമമാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ദുരാഗ്രഹികളും അത്യാഗ്രഹികളുമായിട്ടുള്ള മനുഷ്യര്, ജീവാത്മാക്കള്, ഇത് എന്റെയാണ്, ഇത് എന്റേതാണ്, എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് വിചാരിച്ച് ഭഗവാനെ സ്മരിക്കുകയോ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുകയോ ഭഗവാൻ ഒരു നന്ദി വാക്ക് പോലും പറയാതെ ഇതെല്ലാം അത്യാഗ്രഹം കൊണ്ട് നമ്മുടെ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നാം ബദ്ധാത്മാക്കളായിട്ട് ജീവിതകാലം മുഴുവൻ അനേകം ജന്മങ്ങള് ഈ ഭൗതിക ലോകത്തിൽ അലയേണ്ടി വരുന്നു. അതിനു വേണ്ടിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? ഭഗവത് ഭക്തിയുത സേവനം. അനന്യ ചിന്തയോട് കൂടിയിട്ട്, അനന്യ ഭക്തിയോട് കൂടിയിട്ട് ആരാണ് എന്നെ ഉപാസിക്കുന്നത്, എന്റെ ഭഗവത് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നത്, സദാ എന്നെ സ്മരിക്കുന്നത്, ഇതെല്ലാം എന്റേതാണെന്ന് വിചാരിക്കുന്നത്, അവൻ ആ ബദ്ധാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് മുക്താവസ്ഥയിൽ എത്തുന്നു. അതാണ് ഈ വൈശാഖ മാസത്തിന്റെയും പുരുഷോത്തമ അധിക മാസത്തിന്റെയും സാരാംശം. അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ആചാര്യന്മാര് ഇടയ്ക്കിടയ്ക്ക് നമ്മെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു കാഴ്ചപ്പാടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മാസങ്ങളും ഇങ്ങനെയുള്ള ആചാര അനുഷ്ഠാനങ്ങളും എല്ലാം എഴുതിയിരിക്കുന്നത്. കാരണം ഒരു ജീവാത്മാവിന്റെ സ്വരൂപം, അവന്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണ്? അവൻ ഭഗവാന്റെ വിഭിന്നാംശമാണ്, ഭഗവാന്റെ നിത്യദാസനാണ്. അതാണ്. ഇനിയും കുറെ ഗുണങ്ങളുണ്ട് ജീവാത്മാവിനെ കുറിച്ച്, അല്ലെ?
ആ ജീവാത്മാവിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഭഗവാൻ ഇനി വിശദീകരിക്കാൻ പോകുന്നത്. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ഗീതാവിഷയ സംഗ്രഹം അഥവാ സാഖ്യായോഗം ശ്ലോകം 23. നമ്മള് 22 പഠിച്ചു. എന്താണ്? അർജുന വാസാംസി ജീർണാനി യഥാവിഹായ നവാണി ഗൃഹ്ണാതി നരോപരാണി. എങ്ങനെയാണ് ഒരു നരൻ, ഒരു മനുഷ്യൻ, സ്ത്രീയോ പുരുഷനോ വൃദ്ധനോ ബാലനോ ആരോ തന്നെ ആയിക്കോട്ടെ, മുഷിഞ്ഞു നാറിയ അല്ലെങ്കിൽ കീറിപ്പറഞ്ഞിട്ടുള്ള ജീർണിച്ചു തുടങ്ങിയിട്ടുള്ള വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ഉടനെ തന്നെ പുതിയവ സ്വീകരിക്കുന്നത്? തഥാ അപ്രകാരമാണ് നവാനിദേഹി, ഒരു ജീർണിച്ച ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയി പുതിയൊരു ശരീരം സ്വീകരിക്കുന്നത്. ഒരു വലിയ മുതലാളി, ഒരു വലിയ കോടീശ്വരൻ എപ്രകാരമാണ് തന്റെ പഴയ വാഹനങ്ങളെ ഉപേക്ഷിച്ചിട്ട് പുതിയ വാഹനങ്ങളെ സ്വീകരിക്കുന്നത്? പുതിയ ഫോണുകൾ, മൊബൈൽ ഫോണുകളെല്ലാം ഉപേക്ഷിച്ച് പുതിയ മോഡലുകളെല്ലാം വാങ്ങുന്നത്. അതുപോലെ ഒരു ആത്മാവ് ഇഷ്ടമുള്ള സമയത്ത്, അതായത് പഴയ ശരീരം ഉപയോഗശൂന്യമായി കൊള്ളില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ബുദ്ധിമാനായിട്ടുള്ള അജീവസത്ത ആത്മാവ് അഭൗതിക ശരീരം വിട്ട് മറ്റൊന്നിലേക്ക് പോകുന്നു. ഭൗതിക ശരീരം വിടുന്നതിനെ മരണമെന്നും പുതിയൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ ജനനമെന്നും പറയുന്നു. അതില് ഒരിക്കലും നാം വ്യാമോഹിക്കാനോ ദുഃഖിക്കാനോ ഒന്നും പാടില്ല. കാരണം എന്താണ്? അത് പ്രകൃതി നിയമമാണ്. അത് സുഖം തരുന്നൊരു പ്രവൃത്തിയാണ്, ഒരിക്കലും ദുഃഖത്തെ തരുന്നില്ല. പുതിയത് വാങ്ങുമ്പോൾ നമ്മൾ ആരെങ്കിലും ദുഃഖിക്കാറുണ്ടോ? ഇല്ല, സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ജീവാത്മാവ് നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹത്തിന് പുതിയ ഒരു ശരീരം ലഭിക്കുന്നു, നാം അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. തത്രക മോഹിത. അതിന് എന്തിനാണ് നീ അർജുന വ്യാമോഹിക്കുന്നത്? നിന്റെ മുത്തച്ഛനും അതുപോലെ തന്നെ നിന്റെ അധ്യാപകർക്കും ഗുരുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മിത്രങ്ങൾക്കും വലിയച്ഛന്റെ മക്കൾക്കും നിന്റെ ഭാര്യയുടെ സഹോദരന്മാർക്കും അവരുടെ പിതാക്കന്മാർക്കും എന്ന് വേണ്ട സകലർക്കും പുതിയ ശരീരങ്ങൾ ലഭിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് നീ ഒരിക്കലും ദുഃഖിക്കരുത്. ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല. കാരണം അത് അവ്യയമാണ്, അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ്. ഒന്നും തന്നെ സംഭവിക്കില്ല. ഭൗതിക ശരീരത്തിന് മാത്രമേ കേടുപാടുകൾ വരുത്തുകയുള്ളൂ. ഭൗതിക ശരീരത്തിന് മാത്രമേ ജന്മമൃത്യാദി ഷഡ്ദോഷങ്ങളുള്ളൂ, ഷഡ്ഭാവങ്ങൾ. വേറെ ഒന്നിനും തന്നെയില്ല. അപ്പൊ അതുകൊണ്ട് നീ അതില് ഒരിക്കലും ദുഃഖിക്കരുത്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആത്മാവിന്റെ ഗുണങ്ങള് ഉദാഹരണ സഹിതം പറയാൻ പോകുകയാണ്. ഒരു ജീവാത്മാവിനെ കുറിച്ചിട്ട് ഇത്രയും വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം വേറെയില്ല. ഭഗവത്ഗീതയിലാണ് ജീവാത്മാവിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച്, ജീവസത്തയെ കുറിച്ച്, ആ ഭഗവാനിൽ നിന്ന് പ്രസരിക്കുന്ന ജീവഗണങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്, ആ സ്പുല്ലിംഗത്തെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ സാഖ്യായോഗം എന്ന് പറയുന്നു. ഭൗതിക ശരീരത്തെ കുറിച്ചും ആധ്യാത്മികമായിട്ടുള്ള ആത്മാവിനെ കുറിച്ചും ആ തലനാരിഴ കീറിയുള്ള ഒരു പഠനത്തെയാണ് സാഖ്യം എന്ന് പറയുന്നത്. സാഖ്യായോഗം അത് വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് സാഖ്യായോഗം. അപഗ്രഥനാത്മകമായിട്ടുള്ള രീതിയിൽ പട്ടിക തിരിച്ചിട്ട് വേർതിരിച്ച് എണ്ണി എണ്ണി പറയുന്ന സംഖ്യ ഉപയോഗിച്ച് പറയുന്നതിനെ സാഖ്യായോഗം എന്ന് പറയുന്നു. ആത്മാവ് മരിക്കുന്നില്ല, ജനിക്കുന്നില്ല, ശരീരം ജനിക്കുന്നു, ശരീരം മരിക്കുന്നു. ജായതേ അസ്ഥിതേ വർദ്ധതേ വിപരിണമിതേ അഭക്ഷീയതേ നശ്യതേ തുടങ്ങിയിട്ടുള്ള ഷഡ്ഭാവങ്ങള് ശരീരത്തിനാണ്, ആത്മാവിനില്ല. ആത്മാവ് അവ്യയനാണ്, ശരീരം വ്യയനാണ്, ജീർണിക്കുന്നതാണ്, അഴുകുന്നതാണ് എന്നെല്ലാം പറഞ്ഞ് പട്ടിക തിരിച്ച് എണ്ണി എണ്ണി പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സാഖ്യായോഗം എന്ന് പറയുന്നത്. ഭഗവാൻ പറയാണ്, ശ്രീ ഭഗവാനുവാച സർവലോക മഹേശ്വരനും സച്ചിദാനന്ദ സ്വരൂപനും സകല യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ദാനധർമാദികളുടെയും എല്ലാം ഭോക്താവായിട്ടുള്ള സകല ചരാചരങ്ങളുടെയും സുഹൃത്തായിട്ടുള്ള മിത്രമായിട്ടുള്ള നമ്മുടെ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ പറഞ്ഞു, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ നാശോഷയതി മാരുതഃ
വിവർത്തനം, ട്രാൻസ്ലേഷൻ. അല്ലയോ അർജുന, ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല. അഗ്നിക്ക് ദഹിപ്പിക്കാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ശോഷിപ്പിക്കാനോ കഴിയുകയില്ല. ഈ ശ്ലോകത്തിന്റെ ആശയ വിശദീകരണം, ഭാവാർത്ഥം, പർപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ് ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. വിവിധ ശസ്ത്രങ്ങളാകട്ടെ അസ്ത്രങ്ങളാകട്ടെ തീനാളങ്ങൾ, പേമാരി, കൊടുങ്കാറ്റ് ഇവയാകട്ടെ ആത്മാവിനെ ഹനിക്കുവാൻ ഉതകുകയില്ല. ആധുനിക കാലഘട്ടത്തിലെ ആഗ്നേയായുധങ്ങൾക്ക് പുറമെ പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവ കൊണ്ടെല്ലാം നിർമ്മിക്കപ്പെട്ട പലവിധം ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വേണം കരുതാൻ. ആധുനിക കാലഘട്ടത്തിലെ അണ്വായുധങ്ങളെ ആഗ്നേയാസ്ത്രങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. എന്നാൽ മുൻപ് വിവിധ തരം ഭൗതിക വസ്തുക്കളാൽ നിർമ്മിതമായ അനേകം ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അഗ്നിയായുധങ്ങളെ ജലായുധങ്ങൾ കൊണ്ട് എതിരിട്ട് പോന്നു. ഇന്നത്തെ സയൻസിന് അവയെ പറ്റി അറിഞ്ഞുകൂടാ. ആത്മാവിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. ന ജായതേ മ്രിയതേ വാ കദാചിത്. ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. അതിന്റെ ഇടയ്ക്കുള്ള മറ്റു പ്രവർത്തികളുമില്ല. ജനിക്കുകയോ മരിക്കുകയോ പുതിയ അവയവങ്ങൾ വരികയോ അവയവങ്ങൾ നഷ്ടപ്പെടുകയോ ജീർണിക്കുകയോ അഴുകുകയോ ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു. അത് കഠോപനിഷത്തിൽ നിന്ന ശ്ലോകങ്ങളെയെല്ലാം ആ ഋക്കുകളെയെല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് ഭഗവാൻ പറഞ്ഞത്. ഇനി പറയുന്നു, ഏനം ഇവനെ, ആരെ? കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞവനെ, നമ്മുടെ ജീവസത്തയെ, ആത്മാവിനെ, ജീവാത്മാവിനെ, അല്ലെങ്കിൽ ശരീരത്തിലിരിക്കുന്ന ശരീരിയെ, ദേഹത്തിലിരിക്കുന്ന ദേഹിയെ, ന ചിന്തന്തി ശസ്ത്രാണി, ഒരിക്കലും ഛേദിക്കുവാൻ സാധിക്കുകയില്ല, മുറിക്കുവാൻ സാധിക്കുകയില്ല, പൊട്ടിക്കുവാൻ സാധിക്കുകയില്ല. എന്തുപയോഗിച്ച്? ശസ്ത്രാണി, ആയുധങ്ങൾ ഉപയോഗിച്ച്. പല വിധത്തിലുള്ള ആയുധങ്ങൾ, അസ്ത്രങ്ങൾ, ശസ്ത്രങ്ങൾ എന്നൊക്കെ പറയുന്ന പല വിധത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗയോഗ്യമായിട്ടുണ്ട്. ഇതുപോലെ എന്തുമായിക്കോട്ടെ, ഇനി അണുബോംബോ, ടൈം ബോംബോ, ഹൈഡ്രജൻ ബോംബോ, അല്ലെങ്കിൽ ലേസർ ഉപയോഗിച്ചോ, മൂർച്ചയുള്ള കത്തികൾ ഉപയോഗിച്ചോ ഒന്നും തന്നെ ഇതിനെ കഷ്ണങ്ങളാക്കാൻ സാധിക്കില്ല. എപ്പോഴാണ് ഒരു വസ്തുവിനെ നമുക്ക് ഛേദിക്കുവാൻ സാധിക്കുന്നത്? അതിന് അവയവങ്ങൾ ഉള്ളപ്പോൾ. എന്റെ കൈ മുറിഞ്ഞു, എന്റെ നഖം മുറിഞ്ഞു, എന്റെ മുടി മുറിഞ്ഞു, എന്റെ കഴുത്ത് മുറിഞ്ഞു, എന്റെ കാല് മുറിഞ്ഞു. എപ്പോഴാണ് മുറിയുന്നത്? അവയവങ്ങൾ ഉള്ളപ്പോൾ. ഒരു വൃക്ഷത്തിന്റെ ശാഖകള് മുറിക്കാൻ സാധിക്കും, ഇലകള്, പൂക്കള് മുറിക്കാൻ സാധിക്കും. കാരണം എന്താണ്? അത് അതിന്റെ ശരീരത്തിൽ നിന്ന് ഭിന്നമാണ്, വേറെയാണ്. ഇവിടെ ആത്മാവിന് ഭിന്നമായിട്ട് യാതൊരു വസ്തുക്കളും തന്നെയില്ല, അവയവങ്ങളില്ല. നിരയവയവമാണ് ആത്മാവ്, അല്ലെ? കേശാഗ്ര ശതഭാഗസ്യ ശതദ കൽപ്പിതസ്യ ച. ബാലാഗ്ര, നമ്മുടെ തലമുടി നാരിന്റെ അഗ്രത്തിന്റെ 10,000-ൽ ഒരു അംശമാണ് ഈ ജീവസത്തയുടെ വലിപ്പം. അതിന് എവിടെയാണ് അംഗങ്ങളുള്ളത്? അപ്പൊ അതുകൊണ്ട് അംഗങ്ങളില്ലാത്തത് കൊണ്ട്, അതിന് വേറെ അവയവങ്ങളില്ലാത്തത് കൊണ്ട്, അതിന് വേറെ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് അതിനെ ന ചിന്തന്തി ശസ്ത്രാണി, അതിനെ ഛേദിക്കുവാൻ, മുറിക്കുവാൻ, പൊട്ടിക്കുവാൻ ഒന്നും സാധിക്കില്ല. അർജുന, വേണ്ട, ആയുധങ്ങളെ കൊണ്ട് മുറിക്കേണ്ട, ഞങ്ങൾക്ക് വേറെ മാർഗങ്ങളുണ്ട്. അപ്പൊ ഭഗവാൻ പറയാണ്, ഏനം ഇവനെ ന ദഹതി പാവകഃ. ഇവനെ, ആരെ? ആത്മാവിനെ, നമ്മുടെ ജീവസത്തയെ, ജീവാത്മാവിനെ ദഹതി, ദഹിപ്പിക്കുവാൻ, നാ ദഹതി, ദഹിപ്പിക്കുവാൻ സാധ്യമല്ല. എന്തുപയോഗിച്ച്? പാവകഃ, പാവകനെ ഉപയോഗിച്ച്, അഗ്നിയുടെ പര്യായം. അഗ്നി ഉപയോഗിച്ച്, തീ ഉപയോഗിച്ച് ഇതിനെ ദഹിപ്പിക്കുവാൻ സാധ്യമല്ല, ഇതിനെ ഉരുക്കുവാൻ സാധ്യമല്ല, കത്തിക്കുവാൻ സാധ്യമല്ല. നേരത്തെ പറഞ്ഞ മാതിരി എപ്പോഴാണ് ഒരു വസ്തുവിനെ ദഹിപ്പിക്കുവാൻ സാധിക്കുന്നത്? ദഹ്യതേ ഇതി ദേഹഃ. ശരീരത്തിനെ മാത്രമേ ദഹിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണ്? അത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചതാണ്. പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ച സകല വസ്തുക്കളെയും ദഹിപ്പിക്കുവാൻ സാധിക്കും. സമയമെടുക്കും ചിലപ്പോ, അല്ലെങ്കിൽ ആ ചൂടിന്റെ അളവ് കൂട്ടേണ്ടി വരും, അല്ലെ? ഒരു പേപ്പർ, അല്ലെങ്കിൽ ഒരു തുണി കഷ്ണം, അല്ലെങ്കിൽ ഒരു കടലാസ് കഷ്ണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കത്തിക്കുന്ന പോലെ ആയിരിക്കില്ല വിറക് കൊള്ളികളെ കത്തിക്കാൻ. ഇതിനേക്കാളും ചൂട് വേണ്ടി വരും ചിലപ്പോ നമ്മുടെ ഇരുമ്പിനെയോ, ചെമ്പിനെയോ, അലുമിനിയത്തെയോ, സ്വർണത്തെയോ ദഹിപ്പിക്കാൻ. അതിനേക്കാളും കൂടുതൽ സമയം വേണ്ടി വരും മറ്റുള്ള ലോഹങ്ങളെ
ദഹിപ്പിക്കുവാനായിട്ട്. എന്തായാലും ദഹിപ്പിക്കാൻ സാധിക്കും, പക്ഷെ സമയമെടുക്കും. പക്ഷെ ഇവിടെ ആത്മാവ് പ്രപഞ്ച വസ്തുക്കളെ കൊണ്ടല്ല, ഭൗതിക വസ്തുക്കളെ കൊണ്ടല്ല, മാത്രമല്ല അതിൽ മാലിന്യങ്ങളുമില്ല. അതുകൊണ്ട് അതിനെ ദഹിപ്പിക്കുവാൻ സാധ്യമല്ല. അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ്? സൂര്യഗ്രഹത്തില് 50,000 ഡിഗ്രി സെന്റിഗ്രേഡോ 1,00,000 ഡിഗ്രി സെന്റിഗ്രേഡോ ഉള്ള ഒരു ഗ്രഹമണ്ഡലമായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അവിടെയും ജീവജാലങ്ങളുണ്ട്. കാരണം എന്താണ്? നാദഹതി പാവക, എത്ര ചൂടുകൊണ്ടും ജീവാത്മാവിനെ ഇല്ലാതാക്കുവാൻ, ദഹിപ്പിക്കുവാൻ സാധ്യമല്ല. അപ്പോ അവിടെ ജീവജാലങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ പോലെയുള്ള ശരീരമാണോ? അല്ല. നമ്മുടെ ശരീരം ഭൂമിയിലെ പ്രധാന വസ്തു, പഞ്ചഭൂതങ്ങളിലെ പ്രധാന വസ്തുവായിട്ടുള്ള ഭൂമിക്ക് ആശ്രയ മൂലമായിട്ട് നിർമ്മിച്ചതാണ്. അപ്പൊ നമുക്ക് കൂടുതലും ഇവിടെ ആ ഭൂമിയുടെ അംശമാണ്, മജ്ജയും മാംസവും അല്ല. അഗ്നി വളരെ കുറവുള്ളൂ, ജലം വളരെ കുറവുള്ളൂ, അല്ല, വായു വളരെ കുറവുള്ളൂ. ഭൂമിയുടെ അംശമാണ് കൂടുതൽ, പഞ്ചഭൂതങ്ങളിലെ ഭൂമിയുടെ. കാരണം ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഓരോരോ ഗ്രഹങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ആ ഗ്രഹവ്യൂഹം എന്ത് വസ്തു ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ജലം മാത്രമുള്ള ഗ്രഹങ്ങളുണ്ട്, വായു മാത്രമുള്ള ഗ്രഹങ്ങളുണ്ട്, പൊടി മാത്രമുള്ള ഗ്രഹങ്ങളുണ്ട്, അല്ലെ? പല പല ഗ്രഹങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. ഇങ്ങനെയുള്ള ഗ്രഹവ്യൂഹങ്ങളിലേക്ക്, ബ്രഹ്മാണ്ടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ജീവിക്കാൻ ഉതകുന്ന ഭൗതിക ശരീരമായിരിക്കും അവിടുത്തെ ജീവാത്മാക്കളുടേത്, ജീവസത്തകളുടേത്. മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല നമുക്ക്, ഇവിടെ മാത്രമേ മനുഷ്യരുള്ളൂ. പക്ഷെ അവിടെയും ജീവജാലങ്ങളുണ്ട്. ആ അഗ്നിക്ക് സമാനമായിട്ടുള്ള, അഗ്നിയിൽ ജീവിക്കാൻ പറ്റുന്ന ശരീരത്തോടു കൂടിയത്. പക്ഷെ മനുഷ്യന് കണ്ടുപിടിക്കാൻ പറ്റണില്ല. അപ്പൊ ജീവജാലങ്ങളില്ല എന്ന് നമ്മളൊരു കാഴ്ചപ്പാടുണ്ടാക്കി. എനിക്ക് കാണാൻ പറ്റണില്ലല്ലോ, അപ്പൊ അതുകൊണ്ട്. പക്ഷെ ഇവിടെ ഭഗവത്ഗീതയില് ഭഗവാൻ പറയുന്നു, ഉണ്ട്, നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ചൊവ്വയിലോ ഉണ്ട്, ബുധനിലോ ഉണ്ട്, പ്ലൂട്ടോയിലോ യുറാനസിലോ നെപ്റ്റ്യൂണിലോ എല്ലായിടത്തുണ്ട്, സകല സ്ഥലത്തും ഉണ്ട്. അപ്പൊ ഇതിനെ ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിക്കാൻ സാധ്യമല്ല, ഛേദിക്കുവാൻ സാധ്യമല്ല, പൊട്ടിക്കുവാൻ സാധ്യമല്ല, വിഭജിക്കുവാൻ സാധ്യമല്ല. അഗ്നി ഉപയോഗിച്ച് ഇതിനെ ചൂടാക്കുവാനോ ദഹിപ്പിക്കുവാനോ കത്തിക്കുവാനോ പൊള്ളിക്കുവാനോ സാധ്യമല്ല. എന്നാലോ ഏനം ഇവനെ ച മാത്രമല്ല ക്ലേദയന്തി ആബഹ ന ക്ലേദയന്തി, ഇതിനെ ക്ലേദിക്കുവാൻ, ഇതിനെ കുതിർക്കുവാനായിട്ട് സാധിക്കുമല്ല, നനയ്ക്കുവാൻ, നനഞ്ഞ് കുതിർത്തുവാനായിട്ട് സാധ്യമല്ല. എന്തുപയോഗിച്ച്? ആബഹ, ജലങ്ങൾ ഉപയോഗിച്ച്. ബഹുവചനം അല്ലെ? എന്തെങ്കിലും ഒരു വസ്തു ജലത്തിലിട്ട് കഴിഞ്ഞാൽ, ബ്രെഡ്, ബിസ്ക്കറ്റ്, അല്ലെ, കടലാസ്, തുണി, വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ, ഒരു ദിവസം, ഒരു മാസം കഴിഞ്ഞാൽ എന്താണ്? അത് കുതിർന്ന് ജലത്തോടൊപ്പം ആയിട്ടുണ്ടാവും. അതിന്റെ സ്വരൂപം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെ? അത് വേറൊരു വസ്തുവായിട്ട് വിഘടിച്ചിട്ടുണ്ടാവും. പാലോ തൈരോ എന്തായിക്കോട്ടെ. ഇനി ലോഹ കഷ്ണങ്ങളായാലും ഇട്ട് കഴിഞ്ഞ് 10 കൊല്ലമോ 50 കൊല്ലമോ 100 കൊല്ലമോ കഴിഞ്ഞാൽ എന്താണ്? അത് തുരുമ്പ് പിടിച്ച് ജീർണിച്ച് അതിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ സ്വർണം, പ്ലാറ്റിനം തുടങ്ങിയിട്ടുള്ള വില കൂടിയ ലോഹങ്ങളാണെങ്കിലോ 1000മോ 2000മോ വർഷം കഴിഞ്ഞാൽ അവയ്ക്കും കേടുപാടുകളെല്ലാം സംഭവിച്ച് അവയും വിഘടിച്ച് അതിന്റെ സ്വരൂപമല്ല, രൂപമല്ല നഷ്ടപ്പെട്ട് വേറൊരു രൂപത്തിലായിട്ടുണ്ടാവും. എന്നാൽ ഇവിടെ നാക്ലേദയന്തി ആബഹ, ജലങ്ങൾ ഉപയോഗിച്ച്, ദ്രാവകങ്ങൾ ഉപയോഗിച്ചിട്ട്, ജലമോ പാലോ തൈരോ മണ്ണെണ്ണയോ പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ രസമോ മെർക്കുറിയോ എന്തായിക്കോട്ടെ, വിനാഗിരിയോ ചൊറുക്കയോ എന്തായിക്കോട്ടെ, ഇതിനെ നക്ലേദയന്തി, ഇതിന് കുതിർത്തുവാനായിട്ട് സാധിക്കില്ല. എപ്പോഴാണ് ഒരു സാധനം കുതിർക്കുന്നത്, നനയുന്നത് എപ്പോഴാ? അതിലേക്ക് പ്രവേശിക്കുമ്പോൾ, അന്യവസ്തുക്കൾ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ, സുഷിരങ്ങളിൽ കൂടെ, അല്ലെ, അതിന്റെ വിടവിൽ കൂടെ പ്രവേശിക്കുമ്പോൾ, ബിസ്ക്കറ്റിന്റെ സുഷിരങ്ങളിൽ കൂടെ ജലമോ പാലോ അല്ലെങ്കിൽ ചായയോ കാപ്പിയോ പ്രവേശിക്കുമ്പോഴാണ് അത് കുതിരുന്നത്. കടലാസിന്റെ കാര്യത്തിലും വസ്ത്രത്തിന്റെ കാര്യത്തിലും ലോഹങ്ങളുടെ കാര്യത്തിലും മരത്തടിയുടെ കാര്യത്തിലും എല്ലാത്തിലും, ചപ്പാത്തിയുടെയോ ബ്രെഡിന്റെയോ എല്ലാത്തിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെ. ഇവിടെ ആത്മാവിന് സുഷിരങ്ങളില്ല, ആത്മാവില് മാലിന്യങ്ങളില്ല, ആത്മാവില് വിടവില്ല. പിന്നെ എങ്ങനെ അന്യവസ്തുക്കൾ അതിൽ പ്രവേശിക്കുക? അപ്പൊ അതുകൊണ്ട് നക്ലേദയന്തി, ഇതിനെ കുതിർത്തുവാൻ സാധിക്കില്ല. അരിയെ പോലെ, ഗോതമ്പിനെ പോലെ, അല്ലെ, ഉഴുന്നിനെ പോലെ ഇതിനെ കുതിർത്തുവാനായിട്ട് സാധ്യമല്ല. പിന്നെയോ ഏനം ഇവനെ നശോഷയതി, ശോഷിപ്പിക്കുവാൻ, ഉണക്കുവാൻ സാധ്യമല്ല. എന്തുപയോഗിച്ച്? മാരുതഹ, കാറ്റ് ഉപയോഗിച്ച്.
മന്ദമാരുതനോ ശക്തിയായ കൊടുങ്കാറ്റോ അല്ലെങ്കിൽ വലിയ കൊടുങ്കാറ്റോ ചുഴലിക്കാറ്റോ അല്ലെങ്കിൽ ഫാനിന്റെ അടിയിൽ വെച്ചിട്ടോ ബ്ലോവറിന്റെ അടിയിൽ വെച്ചിട്ടോ ഊതിയിട്ടോ സൂര്യപ്രകാശത്തിൽ വെച്ചിട്ടോ ഒന്നും തന്നെ ഇവനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ശോഷയതേ, ശോഷിപ്പിക്കുവാൻ, ഇവനെ ഉണക്കുവാൻ, വണ്ണം കുറയ്ക്കുവാനായിട്ട് സാധിക്കില്ല. എപ്പോഴാണ് ഒരു വസ്തു ശോഷിക്കുന്നത്? എപ്പോഴാണ് ഒരു വസ്തു ഉണങ്ങുന്നത്? അതിലെ മാലിന്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിലടങ്ങിയിട്ടിരിക്കുന്ന മറ്റു വസ്തുക്കള് പോകുന്ന സമയത്ത്, ജലാംശം നഷ്ടപ്പെടുന്ന സമയത്ത്, അല്ലെ? എങ്ങനെയാണ് തുണി ഉണങ്ങുന്നത്? തുണിയിൽ ജലാംശം നഷ്ടപ്പെടുമ്പോൾ. എങ്ങനെയാണ് നമ്മുടെ പേപ്പർ, നനഞ്ഞ പേപ്പർ എങ്ങനെയാ ഉണങ്ങുന്നത്? അതിലെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ. വിറക് പ്രകാരമാണ് ഉണങ്ങുന്നത്, അതിലത്തെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ, അല്ലെ? മനുഷ്യൻ എങ്ങനെയാണ് ഉണങ്ങുന്നത്? നമ്മുടെ ശരീരത്തിലെ ആ ജലാംശം നഷ്ടപ്പെടുമ്പോൾ. 2 ദിവസം മുമ്പ് റോട്ടില് ഒരു അപകടത്തില് പട്ടിയോ പൂച്ചയോ മൃതശരീരം കിടക്കുന്നത് കണ്ടു. ഒരു 2 ആഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോഴോ അത് പേപ്പർ പോലെയായി, ഒരു റോട്ടിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നു. കാരണം എന്താണ്? അതിന്റെ ജലാംശം നഷ്ടപ്പെട്ടു. ഇപ്രകാരം ആത്മാവിനെ നശോഷയതേ, ഒരിക്കലും ശോഷിപ്പിക്കുവാൻ സാധ്യമല്ല. കാരണം അതിൽ ജലാംശമില്ല, സ്മേഷീകരണം നടക്കുന്നില്ല, അതിൽ നിന്ന് വലിച്ചെടുക്കുവാൻ പറ്റുന്നില്ല. ഉണ്ടായിട്ട് വേണ്ടേ? ശുദ്ധമാണ്, സത്ത് ചിത്ത് ആനന്ദ സ്വരൂപമാണ് ആത്മാവ്. അതിൽ വേറെ ഒന്നും തന്നെ ഇല്ല, സനാതനമാണ്. ജ്ഞാനം മാത്രമേ ഉള്ളൂ, അതില് പരമാനന്ദം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേറെ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് അതിനെ ഉണക്കുവാൻ സാധ്യമല്ല. ഇപ്രകാരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഒന്നും തന്നെ സാധിക്കില്ല എന്ന് പറയുന്നു. ഇവിടെ പഞ്ചഭൂതങ്ങളിലെ അഗ്നിയെ കുറിച്ച് പറഞ്ഞു, ജലത്തെ കുറിച്ച് പറഞ്ഞു, വായുവിനെ കുറിച്ച് പറഞ്ഞു, അല്ലെ? അഗ്നിയെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ശസ്ത്രാണി, ഭൂമിയിലെ ആയുധങ്ങൾ. അപ്പൊ ഭൂമിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഒന്നും തന്നെ ആത്മാവിനെ സ്പർശിക്കുവാനോ മുറിക്കുവാനോ കുതിർത്തുവാനോ ഉണക്കുവാനോ ഛേദിക്കുവാനോ ഒന്നും തന്നെ സാധിക്കില്ല. കാരണം എന്താണ്? പഞ്ചഭൂതങ്ങൾ പിന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോ അത് താഴ്ന്ന തരം പ്രകൃതിയാണ്. ഭൂമിരാഭോ നലോ വായു ഗമ്മനോ ബുദ്ധിയേവച അഹങ്കാരം ഇതീയമ്മേ ഭിന്ന പ്രകൃതി അഷ്ടത. എന്റെ അധമ പ്രകൃതിയാണ്. ഭഗവാന്റെ അധമ പ്രകൃതി കൊണ്ട് ഉത്തമ പ്രകൃതിയെ എന്തും ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അധമനായിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ട് ഉത്തമനായിട്ടുള്ള ഒരു വ്യക്തിയെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. തോന്നും നമുക്ക് ചെയ്യാൻ പറ്റും, അയ്യോ അങ്ങനെ ആയിരുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ നടക്കില്ല. അതുപോലെ ഇവിടെ പഞ്ചഭൂതങ്ങളെ കൊണ്ട്, ഇവിടെ ശസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയെയും മറ്റു വസ്തുക്കൾ, അല്ലെ? പാവകൻ, ആ ജലം, വായു, അഗ്നി എല്ലാത്തിനെയും കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പഞ്ചഭൂതങ്ങളെ കൊണ്ട് ആത്മാവിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല അർജുന. കാരണം അത് അവ്യയമാണ്, ശാശ്വതമാണ്, നിത്യമാണ്, എപ്പോഴും അനശ്വരമാണ്. അതിനൊന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് അതിനെ വീണ്ടും വിശദീകരിക്കുന്നു. അപ്പൊ ഇതിൽ ആവർത്തന വിരസത ഒരിക്കലും കാണരുത്, അല്ലെ? ഇത് തന്നെയാണല്ലോ കഴിഞ്ഞ ശ്ലോകത്തിലും പറഞ്ഞത്, അതിന്റെ മുന്നത്തെ ശ്ലോകത്തിൽ ഇത് തന്നെ പറഞ്ഞത്. ആധ്യാത്മിക ഗ്രന്ഥങ്ങളില് ആവർത്തന വിരസത ഇല്ല. പുനരുക്തി ദോഷം, ചവച്ചതിനെ തന്നെ ചവയ്ക്കുക, പറഞ്ഞതിനെ തന്നെ പറയുക, ഇങ്ങനെ ഒരു ദോഷം ഏതിലില്ല? ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലില്ലേ. കാരണം എന്താണ്? അത് ഒരു ജീവാത്മാവിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഒരു വിദ്യാർത്ഥിയുടെ ഗുണത്തിന് വേണ്ടിയിട്ട് അധ്യാപകൻ ഒരു വിഷയം തന്നെ പലവരും പറയും, ഒരു കണക്ക് തന്നെ വീണ്ടും വീണ്ടും പഠിപ്പിക്കും, ഒരു ചോദ്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് എഴുതി കൊണ്ടുവരാൻ പറയും. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു വിദ്യാർത്ഥിയുടെ ഛത്രത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ ബദ്ധാത്മാക്കളായിട്ടുള്ള നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ പഠിക്കടാ മനസ്സിലാക്കടാ ഉണ്ണിയെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ നിരന്തരം ആവർത്തിച്ചു ഇനിയും കാണാൻ നമുക്ക് സാധിക്കും. ഭഗവാന്റെ ശൈലി അങ്ങനെയാണ്. ആ LKG UKG കുട്ടികളെ പഠിപ്പിക്കണ പോലെ, അല്ലെ? PhD അല്ലെങ്കിൽ MSc BSc അല്ലെങ്കിൽ BEd ഒക്കെ പാസ്സായിട്ടുള്ള ടീച്ചർമാര് എങ്ങനെയാണ് LKG UKG കുട്ടികളെ പഠിപ്പിക്കുന്നത്? അതുപോലെയാണ് പാവം നമ്മുടെ ഗോവിന്ദൻ നമ്മളെ പോലുള്ള മന്ദബുദ്ധികളായിട്ടുള്ള അജ്ഞരായിട്ടുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. പാവം പറയാണ്, ശ്രീ ഭഗവാനുവാച, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ പറഞ്ഞു, അച്ഛേദ്യോ യമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യ സർവഗതസ്ഥാണോ അചലോയം സനാതനഃ. ട്രാൻസ്ലേഷൻ, വിവർത്തനം. അലയോ കൗന്ദേയ, ജീവാത്മാവിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർക്കാനോ ഉണക്കാനോ കഴിയില്ല. ശാശ്വതനും
സർവത്ര ഗമിക്കാൻ കഴിവുള്ളവനും പരിണാമങ്ങൾക്ക് അതീതനും അചഞ്ചലനും നിത്യനുമാണ് ഈ ആത്മാവ്. ഈ ശ്ലോകത്തിന്റെ ആശയവിശദീകരണം, ഭാവാർത്ഥം, പർപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണ അരവിന്ദ് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. അണുമാത്രനായ ജീവാത്മാവ് പരമാത്മാവിന്റെ ഒരു അംശം മാത്രമാണെന്നും അത് അപ്രകാരം ശാശ്വതമായ മാറ്റമില്ലാതെ നിലനിൽക്കുമെന്നും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വിശേഷണങ്ങൾ നിശ്ചയമായും തെളിയിക്കുന്നു. അദ്വൈതവാദത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം വ്യക്തിത്വമാർന്ന ജീവാത്മാവ് ഒരിക്കലും പരമാത്മാവിൽ ലയിക്കുന്നില്ല. വലിയൊരു സിദ്ധാന്തം കൂടിയാ ഭഗവാൻ ഇവിടെ പറയുന്നത്, അല്ലെ? കാരണം ലോകത്തില് പല പല സിദ്ധാന്തങ്ങളുണ്ട്. അദ്വൈതം, ദ്വൈതം, വിശിഷ്ടദ്വൈതം, അല്ലെ? അചിന്ത്യ ഭേദ അഭേദ തത്വം തുടങ്ങിയുള്ള അനേക സിദ്ധാന്തങ്ങളുണ്ട്. ചെറിയ ചെറിയ കാഴ്ചപ്പാടോട് കൂടിയിട്ട്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയിട്ട് ഓരോരോ യോഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ അടുത്ത് എത്തണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടനുസരിച്ച്, മനോധർമ്മം അനുസരിച്ച് ആചാര്യന്മാര് ഓരോരോ സ്ഥിതികള്, അത് ഓരോരോ സിദ്ധാന്തങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. അവരവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോ ഇവിടെ ആ വ്യത്യാസമാണ് ഇവിടെ ഭഗവാൻ തുടർന്ന് പറയുന്നത്. ഭഗവാൻ എന്താ പറയുന്നത്? അച്ഛേദ്യ അയം, ഇവനെ, ആരെ? ഈ ജീവാത്മാവിനെ, ഈ ജീവസത്തയെ, ജീവകണികയെ, ഈ സ്പുല്ലിംഗത്തെ അച്ഛേദ്യ, ഇതിനെ ഛേദിക്കാൻ സാധ്യമല്ല. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു അത് തന്നെ. ഭഗവാൻ അത് വേറൊരു തരത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്. അച്ഛേദ്യ, ഇവൻ അച്ഛേദിനാണ്, ഇവൻ മുറിക്കപ്പെടാത്തവനാണ്, ഇവനെ മുറിക്കുവാൻ സാധിക്കാത്തവനാണ്. ഇവനെ കഷ്ണങ്ങളാക്കാൻ, പൊട്ടിക്കാൻ, അല്ലെ, ബോംബിട്ട് മുറിക്കാൻ, കഷ്ണങ്ങളാക്കാൻ, തകർന്ന് തരിപ്പണമാക്കാൻ സാധിക്കില്ല. അയം, ഇവനെ അധ്യാഹ്യോ, ഇവനെ ദഹിപ്പിക്കാൻ സാധ്യമല്ല, അല്ലെ? ഇവനെ ചൂടാക്കുവാനോ ഇവനെ ഇല്ലാതാക്കുവാനോ ഇവനെ ഉരുക്കുവാനോ സാധ്യമല്ല. അക്ലേദ്യ, ഇവനെ കുതിർത്തുവാൻ സാധ്യമല്ല, നനയ്ക്കുവാൻ സാധ്യമല്ല. അശോഷ്യ, ഇവനെ ശോഷിപ്പിക്കുവാൻ, ഇവനെ ഉണക്കുവാൻ, ഇവനെ വണ്ണം കുറയ്ക്കുവാൻ, വലിച്ചു നീട്ടുവാനായിട്ട് സാധ്യമല്ല. ഏവച്ച, ഇപ്രകാരം ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. അയം, അല്ലെ, ഏനം, ഇവനെ, ആരെ? ജീവാത്മാവിന്. ഇതുവരെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറയുമ്പോഴാണ് അയം, ഏനം എന്നൊക്കെ പറയുന്നത്. എന്തിനെ കുറിച്ചിട്ട് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്? ജീവാത്മാവിനെ കുറിച്ച്, ജീവസത്തയെ കുറിച്ച്. ഇവനെ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. നിത്യഹ, കാരണം ഇവൻ നിത്യനാണ്, ഇവൻ പണ്ടേക്ക് പണ്ടേ ഉള്ളവനാണ്, എന്റെ ഒപ്പം തന്നെ ഉണ്ടായവനാണ്. നിത്യഹ, ആദ്യമുണ്ടായവനാണ്, സർഗാദിയിൽ ഉണ്ടായവനാണ്. അതാണ് നിത്യഹ. എപ്പോഴും ഉള്ളവൻ, എപ്പോഴും ഉണ്ടാകുന്നവൻ, എപ്പോഴും ഉണ്ടായിരിക്കുന്നവൻ, അല്ലെ? ഇപ്പോഴുമുണ്ട്, അപ്പോഴുമുണ്ട്, 1,000,000 വർഷങ്ങൾ കഴിഞ്ഞാലും ഉണ്ടായിരിക്കും. അതാണ് നിത്യഹ. നിത്യനാണ്, യാതൊരു തരത്തിലും മാറ്റം സംഭവിക്കാത്തവനാണ്. സർവഗതഃ, എല്ലായിടത്തും പ്രവേശിക്കുവാൻ സാധിക്കുന്നവനാണ്, എല്ലായിടത്തും സഞ്ചരിക്കുവാൻ സാധിക്കുന്നവനാണ്. പ്രധാനമന്ത്രിയെ പോലെ, രാഷ്ട്രപതിയെ പോലെ, അല്ലെ? എവിടേക്ക് വേണമെങ്കിലും പോവാം. നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിലേക്കും പോവാം, വിദേശ രാജ്യത്തിലേക്ക് പോകാം, എവിടേക്ക് വേണമെങ്കിലും പോവാം. സർവഗതഃ. വേണമെങ്കിൽ സ്പേസിൽ, ശൂന്യാകാശത്തിലേക്ക് വേണമെങ്കിൽ പോകാം, റോക്കറ്റിൽ കയറിയിട്ടോ അല്ലെങ്കിൽ വേറെ വാഹനത്തിൽ കയറിയിട്ടോ. അതാണ് സർവഗതഃ. ആത്മാവിന് എവിടെയും സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സൂര്യഗ്രഹത്തിൽ പോവാം, ചന്ദ്രഗ്രഹത്തിൽ പോവാം, അല്ലെ? ഇനി നമ്മുടെ കണ്ണുകൊണ്ട് രാത്രി കാണാൻ കഴിയുന്ന ആ നക്ഷത്ര സമൂഹങ്ങളിലേക്ക്, എവിടെ കിടക്കുന്നത്? 1200 പ്രകാശ വർഷങ്ങൾ ദൂരെ. കഴിഞ്ഞ മുന്നിലത്തെ ആഴ്ചയിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചതാ നമ്മൾ. 1200 പ്രകാശ വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സൂര്യനെ പോലെ തന്നെ വേറൊരു ഗ്രഹം ഉണ്ട് എന്ന് പറയണത്. അവിടെയും ഉണ്ട് സൗരയൂഥം. ഇവിടെ 9 ആണെങ്കിൽ, സൂര്യനെ ചുറ്റുന്ന 9 ഗ്രഹങ്ങളാണെങ്കിൽ അവിടെ 36 37 ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയും ഉണ്ട് ബ്രഹ്മാവ്, അവിടെയും ഉണ്ട് ഇന്ദ്രനും വരുണനും രുദ്രനും മരുത്തുക്കളും എല്ലാം അവിടെയും ഉണ്ട്. ഇവിടുത്തെ സെറ്റപ്പ് തന്നെ അവിടെ. ഓരോ രാജ്യങ്ങളിലും പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും, അല്ലെ, പ്രസിഡന്റും മറ്റു മന്ത്രിമാരും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ഗവർണർമാരൊക്കെ ഉള്ള പോലെ തന്നെ നമ്മുടെ ബ്രഹ്മാവും അഗ്നിയും, അല്ല, ഓരോ പദവികളും ഇവിടെയുണ്ട്. അവിടെയും ഉണ്ട് ഈ പദവികള്. ഇപ്പൊ പ്രകാശം സഞ്ചരിക്കുന്നത് 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഒരു മിനിറ്റിൽ എത്രയായിരിക്കും? 3 ലക്ഷത്തിന് 60 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഒരു ദിവസം എത്രയായിരിക്കും? അതിനെ വീണ്ടും 24 കൊണ്ട് ഗുണിക്കുക.
വീണ്ടും 60 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഒരു വർഷത്തിൽ എത്രയായിരിക്കും? അതിനെ 365 കൊണ്ട് ഗുണിക്കുക. അപ്പോഴാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. നമുക്ക് പറയാൻ പറ്റാത്തൊരു സംഖ്യ. അങ്ങനെ 1600 പ്രകാശവർഷങ്ങൾ കഴിയുമ്പോഴാണ് അത് കാണാത്ര. അപ്പൊ ആലോചിച്ച് നോക്കിയേ. വായോ രഥാഭി മനസ്സോ മുനി പുങ്കവാനാം. ബ്രഹ്മാവ് പറയാ, വായു വേഗത്തില്, മനസ്സിന്റെ വേഗത്തില് സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ കയറിക്കഴിഞ്ഞാൽ നിനക്ക് വളരെയധികം വർഷങ്ങൾ വേണ്ടി വരും ആ വൈകുണ്ഠ ലോകത്തിലെത്തുവാൻ, ഭഗവാൻ ഇരിക്കുന്ന ഗോലോക വൃന്ദാവനത്തിലെത്താൻ. തദ്ദൂരെ, വളരെ ദൂരെയാണ് ഉണ്ണി. അത് തന്നെ ഇവിടെ ഭഗവാൻ പറയുന്നത്. സർവഗതഹ, സർവത്ര ഗമിക്കുവാൻ കഴിവുള്ളവനാണ്. എല്ലായിടത്തുമുണ്ട്. ഭൂമിയുടെ അടിയിലുണ്ട്, കടലിന്റെ അടിയിലുണ്ട്, അല്ലെ? ജീവാത്മാവ് ഇല്ലാത്ത സ്ഥലമില്ല, എല്ലാ സ്ഥലങ്ങളിലുണ്ട്. സ്ഥാണുഹു, ഇവൻ ഉറച്ചവനാണ്. അചലഹ അയം, ഇവൻ ചലിക്കാത്തവനാണ്. അയം, ഇവൻ ആര്? ജീവാത്മാവ്. അല്ല, സ്ഥാണു ഉറച്ചവൻ, ചലിക്കാത്തവൻ. അചലഹ, ചലിക്കാത്തവൻ. രണ്ടും ഒരു അർത്ഥമല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, ശരിയാണ്. അചലനും സ്ഥാണു, അല്ല, തൂണ് പോലെയുള്ളവനും എല്ലാം സുതമാണ്. പക്ഷെ ഇവിടെ ചെറിയൊരു അർത്ഥ വ്യത്യാസമുണ്ട്. കാരണം ബുദ്ധിമാന്മാരാണെന്ന് നടിക്കുന്ന നിരീശ്വരവാദികളും യുക്തിവാദികളും മറ്റു തർക്കവാദികളെല്ലാം ഭഗവത്ഗീത പഠിച്ച് അതിലത്തെ തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് വർഷങ്ങളോളം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, ബദ്ധാത്മാക്കൾ, അല്ലെ? ഭഗവാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്ന് നോക്കാൻ. അപ്പൊ ഭഗവാൻ അറിയാം. ചിലപ്പോ അച്ചലഹ, ചലിക്കാത്തവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞെന്ന് വെച്ചാൽ ഇവരെന്തെങ്കിലും കണ്ടുപിടിക്കും, അല്ലെ? തെങ്ങ് ചലിക്കാത്തവനാണ്, തലാടുണ്ടല്ലോ, അല്ലെ? കവുങ്ങ് അല്ലെങ്കിൽ മരങ്ങള്, മറ്റുള്ള വസ്തുക്കള് ചലിക്കണില്ല, ശരിയാണ്. ഒരു ദിവസം കണ്ട സ്ഥലത്ത് തന്നെയാണ് ഈ മരങ്ങളും മറ്റുള്ള സാധനങ്ങളൊക്കെ നിൽക്കുന്നത്. പക്ഷെ അവയുടെ തലകിടുന്നാടുണ്ടല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയാം, സ്ഥാണ്, തൂണു പോലെയാണ്. ഇതിന്റെ അടിഭാഗവും ഇളകുന്നില്ല, തലഭാഗവും ഇളകുന്നില്ല. നോക്കൂ, ഭഗവാന്റെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം നോക്കൂ, അല്ലെ? സർവശാസ്ത്ര വിശാരദനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് യാതും സൂപ്പർ മൈൻഡാണ്. ഒന്നും തന്നെ ഭഗവത്ഗീതയിലെ ഒരു ചെറിയ തെറ്റ് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ ഭഗവത്ഗീതയുടെ ഗുണം. അചലഹ, സ്ഥാണു, രണ്ടും സമാന പദങ്ങളാണ്, പക്ഷെ അർത്ഥവ്യത്യാസമുണ്ട് ചെറിയ രീതിയിൽ. ഇതാണ് ഒന്ന്, കട ഉറച്ചതും തല ഇളകുന്നതും. മറ്റേതാണെങ്കിലോ കടയും തലയും ഇളകാതെ നിൽക്കുന്നവൻ. ഇവൻ അചലനുമാണ്, ഇവൻ സ്ഥാണുവുമാണ്. സനാതനഹ, ഇവൻ സനാതനനാണ്, എപ്പോഴും ഉള്ളവനാണ്, എന്നേക്ക് പണ്ടേ ഉള്ളവനാണ്. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുള്ളത്. 84 ലക്ഷം ജീവയൂനികളില് ഇത്ര എണ്ണമാക്കിയിട്ട് ഞാനിവയെ സൃഷ്ടിച്ചു. എപ്പോ? അനാദിയില്, കൽപ്പത്തിന്റെ ആരംഭത്തില്, സനാതന സമയത്ത്, സർഗാദിയില്. അത് ഇപ്പോഴും ഉണ്ട്. എണ്ണത്തില് തുല്യമുണ്ട്, പക്ഷെ വേഷവിധാനത്തില് വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ആ 84 ലക്ഷം ജീവയോനികളില് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. കാരണം ഓരോ യുഗം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ജന്മം കഴിയുമ്പോഴും നമ്മുടെ കർമ്മഫലത്തിനനുസരിച്ച് പുതിയ പുതിയ ശരീരം ലഭിക്കുന്നു, പുതിയ പുതിയ വസ്ത്രങ്ങൾ ലഭിക്കുന്നു. അതുകൊണ്ട് അപ്പൊ അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. സർഗാദിയില് എണ്ണം എത്രയാണോ അത് തന്നെയാണ് ഇപ്പോഴും. ഇനി കോടാനുകോടി ജന്മങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞാലും ആ എണ്ണത്തിന് യാതൊരു വ്യത്യാസമില്ല. അതാണ് സനാതനഹ, സനാതനനാണ്, നാശം സംഭവിക്കാത്തതാണ്. അങ്ങനെയുള്ള മതമാണ് നമ്മുടേതും. അതുകൊണ്ട് സനാതനധർമ്മം, സനാതന മതം എന്ന് പറയുന്നു. ഭഗവാനോടൊപ്പം തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം. ഭഗവാൻ പറഞ്ഞു, ഇനി പറയാൻ പോകുന്നുണ്ട് 4-ാം അധ്യായത്തില്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചിട്ട് ചിന്തിക്കാം. ഇപ്രകാരം ജീവാത്മാവിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. വീണ്ടും ഭഗവാന് എത്ര പറഞ്ഞിട്ടും തൃപ്തി വരുന്നില്ല. സാഖ്യായോഗം. വേദവ്യാസ മഹർഷിക്കാണെങ്കിലോ തന്റെ കരവിരുത് തെളിയിക്കണം. രണ്ടും കൂടിയിട്ട് മത്സരമാണ് ഇവിടെ, ഭഗവാനും വേദവ്യാസ മഹർഷിയും. അപ്പോ അവിടെ ഭഗവാൻ നിർത്താൻ പോകുമ്പോ ഇവിടെ വേദവ്യാസ മഹർഷി പറയും, ഇല്ല ഭഗവാനെ പറയൂ പറയൂ, അല്ലെ? കാരണം ഇത് ഏറ്റവും നല്ല ഗ്രന്ഥമായിട്ട് എനിക്ക് അറിയിക്കണം, ഇത് എന്റേതാണ്, ഞാൻ എഴുതിയതാണ് എന്നുള്ള ഒരു വാശി ആർക്കുണ്ട്? വേദവ്യാസ മഹർഷിക്കുണ്ട്. അപ്പൊ വീണ്ടും ഇത്രയും പറഞ്ഞിട്ടും തൃപ്തി വരാതെ ആ ജീവസത്തയെ കുറിച്ച്, ജീവാത്മാവിനെ കുറിച്ച് വാചാലനായിട്ട് സംസാരിക്കുകയാണ് ഇവിടെ ഭഗവാൻ. ശ്രീ ഭഗവാനുവാച അവ്യക്തോ യമചിന്യോയം അവികാരോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. വിവർത്തനം. അല്ലയോ അർജുന,
അദൃശ്യനും അചിന്യനും മാറ്റമില്ലാത്തവനുമാണ് ആത്മാവ്. ഇതറിയുന്നത് കൊണ്ട് നീ ശരീരത്തെ കുറിച്ച് ഒരിക്കലും ദുഃഖിക്കരുത്. ഈ ശ്ലോകത്തിന്റെ ആശയ വിശദീകരണം, ഭാവാർത്ഥം പരപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. മുൻപ് വിവരിച്ചതുപോലെ ഭൗതികമായ നമ്മുടെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഏറ്റവും ശക്തിമത്തായ സൂക്ഷ്മദർശിനിയിലൂടെയും കാണാനാവാത്ത വിധം സൂക്ഷ്മതമമാണ് ആത്മാവ്. തന്മൂലം അദൃശ്യനും തന്നെ. ആത്മാവിന്റെ സത്തയെക്കുറിച്ചാകട്ടെ ശ്രുതി അഥവാ വേദജ്ഞാനത്തിലൂടെയല്ലാതെ പരീക്ഷണങ്ങളിലൂടെ ഉറപ്പുവരുത്താൻ ആർക്കുമാവില്ല. ഭഗവാൻ പറയാണ്, ഈ ഒരു സാധനമുണ്ടല്ലോ, അയം ഇവൻ ഏനം, ആര്? ഈ ജീവാത്മാവ്, ദേഹി ശരീരി, അവ്യക്ത, വ്യക്തമല്ലാത്തവനാണ്, കാണാൻ സാധിക്കാത്തവനാണ്, അറിയാൻ സാധിക്കാത്തവനാണ്. ശരിയല്ല? കാരണം എന്താണ്? കേശാഗ്ര ശതഭാഗസ്യ ശതത കൽപ്പിതസ്യ ച. തലമുടിനാറിന്റെ അഗ്രത്തിന്റെ 10,000-ൽ ഒരു അംശമാണ്. അണോരണീയാൻ, അണുവിനേക്കാളും ചെറുതാണ്, അല്ലെ? അതുകൊണ്ട് ഇതിനെ കാണുവാൻ സാധിക്കില്ല. അവ്യക്ത. ശരി, തൊട്ടു നോക്കാൻ പറ്റൂ? ഇല്ല. അവിടെ നചികേതസ് യമധർമ്മനോട് ചോദിച്ചു കഠോപനിഷത്തില്, അല്ലയോ ധർമ്മരാജാവേ, എനിക്ക് ആത്മാവിനെ കാണണമെന്നുണ്ട്, കേൾക്കണമെന്നുണ്ട്, തൊട്ടു നോക്കണമെന്നുണ്ട്. അല്ല, കുട്ടികൾക്ക് എന്ത് വാങ്ങിച്ചാലും കാണണം, എനിക്ക് കാണണം. ആ പൊതി ഒന്ന് തുറന്ന് കാണിച്ചാട്ട് കവറ് പൊട്ടിച്ച് കാണിച്ചു കാട്ടുന്നൊക്കെ പറയും, അല്ലെ? അതുപോലെ ബാലം പറഞ്ഞു, എനിക്ക് ആത്മാവിനെ കാണണം. അപ്പോ യമധർമ്മം പറഞ്ഞു, നൈവ വാചാന പ്രാപ്തും ശക്യോ ന ചക്ഷുഷ. ഉണ്ണി, അതിനെ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ കണ്ണുകൊണ്ടോ ചെവി കൊണ്ടോ മൂക്കുകൊണ്ടോ നാക്കുകൊണ്ടോ ഒന്നും നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? തലമുടി നാരിന്റെ 10,000-ൽ ഒരു അംശമാണ്. അവ്യക്ത. അല്ല, അപ്പൊ പിന്നെ എങ്ങനെയാ അറിയാതെ ഉണ്ട്? നിങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് വിശ്വാസമില്ല, അല്ലെ? കണ്ടാലല്ല വിശ്വാസമുള്ളൂ. വൈദ്യുതിയെ നമ്മൾ കാണുന്നുണ്ടോ, സ്പർശിക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? പക്ഷെ അതിന്റെ പ്രഭാവം കൊണ്ട്, അല്ലെ, അതിന്റെ ഗുണം കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കും. വായുവിനെ നിങ്ങൾ കാണുന്നുണ്ടോ? ഹൈഡ്രജൻ, ഹീലിയം, കാർബൺ ഡൈ ഓക്സൈഡ് കാണുന്നുണ്ടോ വല്ലത്തിനും? പക്ഷെ അതിന്റെ പ്രവർത്തികളെ കൊണ്ട്, ഉപയോഗം കൊണ്ട്, പ്രയോജനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അൾട്രാ വയലറ്റ് രശ്മികള്, ലേസർ രശ്മികൾ കാണുന്നുണ്ടോ നിങ്ങൾ? പക്ഷെ നമുക്കത് അറിയുന്നുണ്ട്. എങ്ങനെ? ശബ്ദത്തിലൂടെ. നമ്മുടെ ശബ്ദത്തിലൂടെയല്ല, അത് പ്രസിദ്ധമായിട്ടുള്ള വാക്യങ്ങളിലൂടെ. അതാണ് സംബന്ധ ആഭിധേയ പ്രയോജന എന്നൊക്കെ പറയില്ലേ, അതില് ആ ശബ്ദ പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അനുമാനം കൊണ്ട് പറ്റൂ? അനുമാനം കൊണ്ടും പറ്റില്ല, അല്ലെ? കാരണം എന്താണ്? നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പരിപൂർണമല്ല, എല്ലാത്തിനും ദോഷങ്ങളുണ്ട്. കണ്ണിന്, മൂക്കിന്, നാക്കിന്, ത്വക്കിന്, അല്ലെ? നമ്മൾ വിചാരിക്കും പെർഫെക്റ്റ് ആണ്, 100%. നമ്മളെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഇന്ദ്രിയങ്ങളുള്ള ജീവജാലങ്ങളുണ്ട്. ചില ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷെ പട്ടിക്കും പൂച്ചയ്ക്കും കേൾക്കാൻ പറ്റും, അല്ലെ? ചില വസ്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കില്ല, അത് കഴുകനോ പരുന്തിനോ കാക്കയ്ക്കോ മറ്റുള്ള ജീവജാലങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പലതരത്തില് മണമായിക്കോട്ടെ, അല്ലെ, എന്തായിക്കോട്ടെ, ചൂടോ തണുപ്പോ എന്തോ ആയിക്കോട്ടെ, ചില ജീവജാലങ്ങള് നമ്മളെക്കാളും എക്സ്പെർട്ട് ആണ്. മനുഷ്യനൊന്നും ഒന്നുമല്ല, എന്നാലും നമ്മൾ അഹങ്കരിക്കുന്നു, മിഥ്യാഹങ്കാരം കൊണ്ട്, ഫാൾസ് ഈഗോ. ഇവിടെ പറയുന്നു അവ്യക്ത, നിന്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല. പിന്നെ എങ്ങനെ പറ്റാ? പ്രത്യക്ഷമായിട്ട് പറ്റൂ? അനുമാനത്തിലൂടെ, ചിന്തയിൽ കൂടെ, ബുദ്ധിയിൽ കൂടെ ഇല്ല. കാരണം എന്താണ്? ബുദ്ധിയും അധമ പ്രകൃതിയാണ്. നോക്കണേ, വലിയ ബുദ്ധിയുണ്ട്, വലിയ ബുദ്ധിമാനാ ഞാൻ, ജ്ഞാനിയാണെന്നൊക്കെ നമ്മൾ അഹങ്കരിക്കും. പക്ഷെ ആ ബുദ്ധിയും എന്താണ്? ഭഗവാന്റെ അധമ പ്രകൃതിയാണ്. ഭൂമിരാഭൂ നലോവായു ഗമ്മനോ ബുദ്ധിയേവച്ച അഹങ്കാരം ഇതീയമ്മേ ഭിന്ന പ്രകൃതി അഷ്ട. അർജുന, പഞ്ചഭൂതങ്ങളും, അല്ലെ, ഭൂമി, അഗ്നി, വായു, ജലം, ആകാശം തുടങ്ങിയിട്ടുള്ള പഞ്ചഭൂതങ്ങളും ആ മനസ്സും ബുദ്ധിയും മിഥ്യാഹങ്കാരവും അടങ്ങുന്നതാണ് എന്റെ അധമ പ്രകൃതി. ജീവസത്തകളാണ് എന്റെ ഉത്കൃഷ്ട പ്രകൃതി, പരാപ്രകൃതി. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് നമുക്ക് അതിന് സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ്? ശബ്ദ, വേദശബ്ദം കൊണ്ട്, ആചാര്യന്മാരുടെ, മഹർഷിമാരുടെ, ക്രാന്തദർശികളായിട്ടുള്ള കവികളുടെ, സത്യദർശികളായിട്ടുള്ള, സത്യത്തെ കണ്ട് മനസ്സിലാക്കിയിട്ട് എഴുതി വെച്ചിട്ടുള്ള ശാസ്ത്രങ്ങളിലൂടെ, തസ്മാത് ശാസ്ത്രം പ്രമാണം തേ,
ശാസ്ത്രങ്ങളിൽ കൂടെ മാത്രമേ നമുക്ക് അതിനെ അറിയുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇതിനെ അറിയാൻ സാധിക്കില്ല. അവ്യക്ത. ഉടനെ തന്നെ ആളുകൾ വിചാരിച്ചു, ആ ജീവാത്മാവിന് രൂപമില്ല, ഭഗവാനും രൂപമില്ല. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ അവ്യക്ത. അല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. രൂപമൊക്കെ ഉണ്ട്. ഉടനെ തന്നെ ഭഗവാൻ പറയാണ് അചിന്യ. നിങ്ങളുടെ ചിന്തകൾക്കും അപ്പുറമാണ് അതിന്റെ രൂപം. അതുകൊണ്ടാണ്, നോക്കൂ, അതാണ് ഭഗവാൻ അറിയാം നമ്മൾ ഇങ്ങനെയൊക്കെ വളഞ്ഞ ബുദ്ധി കൂടെ ക്രൂക്കഡായിട്ട്, അല്ലെ, അധമമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ, ഓരോരുത്തരുടെയും ചിന്താഗതിയിലൂടെ, അവനവൻ വളർത്തിയെടുത്തിട്ടുള്ള ബുദ്ധിയിലൂടെ. ഇതാണ് എന്താ കാരണം? ഇപ്പൊ ആരോ വന്ന് പറഞ്ഞു, അതെ നമ്മുടെ ആദികർത്താ പ്രഭു പൈതൽ പ്രഭു 25 ഇഡ്ഡലി കഴിക്കണം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയും. ഉടനെ തന്നെ ഞാൻ പറയും, ഇല്ല, സാധ്യമല്ല, തെറ്റ്, നോണ, കല്ല് വെച്ച നോണ. എന്താ കാരണം? എനിക്ക് സാധിക്കില്ല. എനിക്ക് സാധിക്കില്ലെങ്കിൽ ആദികർത്താ പ്രഭുവിനും സാധിക്കില്ല. അങ്ങനെ ഒരു നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരും. ആ ത്രാസിന്റെ തട്ടില് അദ്ദേഹത്തിനെ കയറ്റി വെക്കും, മറ്റേ തട്ടില് ഞാൻ കയറിയിരിക്കും. അങ്ങനെയാണ് മനുഷ്യന്റെ അവസ്ഥ, മിഥ്യാഹങ്കാരം കൊണ്ട്, അജ്ഞാനം കൊണ്ട്. അപ്പൊ ഇവിടെ ഭഗവാൻ പറയാ അവ്യക്ത. ആ ഒരു ജീവസത്തയെ, ജീവകണികയെ നിനക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഉടനെ തന്നെ അതിന് രൂപമില്ല. അല്ലല്ല, രൂപമൊക്കെ ഉണ്ട്. അചിന്യ. അത് നിന്റെ ചിന്തകൾക്കും അപ്പുറമാണ്. നിനക്ക് ചിന്തിക്കാൻ പറ്റില്ല. നൈവ വാച ന മനസ്സോ പ്രാപ്തും ചക്യോന ചക്ഷുഷ. കണ്ണുകൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും പറ്റില്ല ഇതിന് ആ സത്സംഗത്തിൽ വന്ന് ആധ്യാത്മിക ഗുരുവിനെ ശരണം പ്രാപിച്ച് സേവകൾ ചെയ്ത് അദ്ദേഹം പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലാണ്ട് വേറൊരു തരത്തിലും ഇതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അവികാരോ, ഇവൻ അവികാരിയാണ്, വികാരമില്ലാത്തവനാണ്, അല്ലെ, ഒന്നുമില്ല, ശുദ്ധമായിട്ടുള്ള സത്ത് ചിത്ത് ആനന്ദമാണ്, ഒന്നുമില്ല. അല്ല, അപ്പൊ പിന്നെ എങ്ങനെയാ നമുക്ക് ഈ വികാരം വരണത്? എങ്ങനെയാണ് വികാരിയാവുന്നത് നമ്മള്? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ കൊണ്ട്, അല്ലെ. ഇവിടെ ഭഗവാൻ ശുദ്ധമായിട്ടുള്ള സത്ത് ചിത്ത ആനന്ദ സ്വരൂപനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്. അദ്ദേഹത്തിന്റെ വിഭിന്നാംശമായിട്ടുള്ള ദാസന്മാരായിട്ടുള്ള അദ്ദേഹത്തിൽ നിന്ന് ആ ഉടലെടുത്തിട്ടുള്ള സ്പുല്ലിംഗങ്ങളായിട്ടുള്ള നമ്മളും സത്യചിത്ത് ആനന്ദ സ്വരൂപനാണ്. പിന്നെ എങ്ങനെ മാലിന്യം വന്നത്? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ കൊണ്ട്. നമ്മൾക്ക് പിന്നീട് പഠിക്കാം, അല്ലെ. ഭഗവാൻ അല്ലെങ്കിൽ ബ്രഹ്മാവ് ജീവാത്മാക്കളെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ സൃഷ്ടിച്ചു. ഭഗവാനും നമ്മളുമായിട്ടുള്ള ബന്ധം വിസ്മരിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ പദവി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. നോക്കണേ, അങ്ങനെ ഒരു സൂത്രം ചെയ്തു. അതാണ് അവികാരി. അതുകൊണ്ട് വികാരമില്ല, ജീവാത്മാവിന് വികാരമില്ല. എന്നാലോ ഇത് പ്രവേശിക്കാതെ നിങ്ങൾക്ക് വികാരവും ഉണ്ടാകുന്നില്ല. അതാണ് ജഡവസ്തുവായിട്ട് മാറും. ഭൗതിക ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല വികാരം ഉണ്ടാവോ? കണ്ണു തുറക്കാൻ പറ്റുമോ? ഉമ്മ വയ്ക്കാൻ പറ്റുമോ? കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? അല്ലെ, ചൂട് തണുപ്പ് അറിയാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അയ്യോ ചേട്ടനെ കൊണ്ടുപോകല്ലേ, ഭർത്താവിനെ കൊണ്ടുപോകല്ലേ, അച്ഛനെ കൊണ്ടുപോകല്ലേ, അയ്യോ ഞാനൊരു ഉമ്മ കൊടുക്കട്ടെ, കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറയും. ശരി ശരി, നിങ്ങൾ 2-3 ദിവസം കെട്ടിപ്പിടിച്ച് കിടന്നോ, ഞങ്ങൾ എപ്പോഴെങ്കിലും വിവരം അറിയിച്ചാൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ മിസ് കോൾ അടിച്ചാൽ മതി, ഞങ്ങൾ വരാം. അയ്യോ കൊണ്ടുപോയിക്കോ, വേണ്ട എന്ന് പറയും. ശരിയല്ല? ആരെങ്കിലും ദുർഗന്ധം വമിക്കുന്ന, മലമൂത്രാദികളെല്ലാം വിസർജിക്കുന്ന ആ ജഡശരീരത്തെ, ശവശരീരത്തെ കെട്ടിപ്പിടിച്ച് ആരെങ്കിലും കെടുക്കും? എത്ര നേരം കെടുക്കും? പറയും വലിയ കാര്യത്തിൽ, സ്നേഹ അഭിനയിക്കും, നാടകമൊക്കെ കളിക്കും. പക്ഷെ ഉള്ളില് ഭയം, മരണഭയം. അതാണ് ആദ്യമേ തന്നെ ഉണ്ടാക്കി, ഭഗവാൻ തന്നെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ബ്രഹ്മാവ് തന്നെ സൃഷ്ടിച്ചു നമ്മുടെ ഉള്ളില് മരണഭീതി. സ്വരൂപത്തെ വിസ്മരിച്ചു. ഭഗവാന്റെ അംശമാണെന്നുള്ള സ്വരൂപത്തെ വിസ്മരിക്കാനുള്ള ആ ഒരു അജ്ഞാനം നമ്മുടെ മനസ്സിലുണ്ടാക്കി. അതുകൊണ്ട് ഇങ്ങനെ ബദ്ധാത്മാവായിട്ട് നടക്കണം നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്, നമ്മുടെ വികാരങ്ങൾക്കും അപ്പുറമാണ്. ഉച്ചതേ പറയപ്പെട്ടിരിക്കുന്നു. അർജുന, ഇതെന്റെ വാക്യങ്ങളല്ല, ഇതെന്റെ കാഴ്ചപ്പാടല്ല. ഉച്ചതേ പറയപ്പെട്ടിരിക്കുന്നു. ആര്? എന്റെ ആധ്യാത്മിക ഗുരുനാഥൻ, എന്റെ ആചാര്യൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആചാര്യൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യമുച്ചതേ, ഇപ്രകാരമാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു. ആഹൂ, ശാസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ. നോക്കൂ, ഇവിടെ ഗുരുശിഷ്യ പരമ്പരയെയും ആധ്യാത്മിക ഗ്രന്ഥങ്ങളെയും ഉദ്ധരിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അതായത് ജ്ഞാനം വേണമെങ്കിൽ സത്സംഗത്തിൽ പോയിട്ട് നേരിട്ടിട്ട്, ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ നിർത്തിയിട്ട് വല്ലപ്പോഴേക്കും കയറാന്നല്ലാണ്ട്
ഇതിനെ പൂർണ്ണമായിട്ട് 100% ഇതിനെ ശരണം പ്രാപിക്കാതെ സത്സംഗത്തിലെല്ലാം പോയി ഭഗവത് ഭക്തിയുത സേവനമെല്ലാം ചെയ്ത് തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജ്ഞാനം കിട്ടും. ആ ശബ്ദ, പ്രത്യക്ഷം, അനുമാനം, ശബ്ദം, മൂന്നാമത്തേതായിട്ടുള്ള ആ അനുയോജ്യമായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നു. അങ്ങനെ മാത്രമേ ഇതിനറിയുവാൻ സാധിക്കുള്ളൂ. ഉച്ചതേ, ക്രാന്തദർശികളായിട്ടുള്ള കവികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യം മനസ്സിലാക്കിയിട്ട് ആത്മസാക്ഷാത്കാരം സിദ്ധിക്കുവാനായിട്ട് പരിശ്രമിച്ച മഹർഷിമാരും മുനിമാരും ഋഷികളുമെല്ലാം നോക്കൂ, ഭഗവാന് വേണമെങ്കിൽ പറയാമായിരുന്നു ഇത് എന്റെ കാഴ്ചപ്പാടെന്ന് ഞാൻ അംഗീകരിക്കാൻ. പക്ഷെ ഭഗവാൻ ഒരു സ്ഥലത്തും അങ്ങനെ ചെയ്തതായിട്ട് കാണുന്നില്ല. അങ്ങനെയാണ് നല്ല ആളുകൾ. എന്റെ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ ഇന്ന ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്, ഞാൻ ജയപതാക സ്വാമി മഹാരാജന്റെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്, രാധാനാഥ് സ്വാമി മഹാരാജന്റെ കേട്ടിട്ടുണ്ട്, ഗോപാലകൃഷ്ണ മഹാരാജ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ജയസാക്ഷി പ്രഭുവിന്റെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്, ഭക്തി വിനോദ് സ്വാമി മഹാരാജന്റെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് ഉച്ചതേ തസ്മാത്, ഈ കാരണങ്ങളെ കൊണ്ട്. ഏത് കാരണങ്ങളെ കൊണ്ട്? ആത്മാവിനെ നശിപ്പിക്കാൻ സാധ്യമല്ല, അതിനെ പൊട്ടിക്കാൻ സാധ്യമല്ല, അതിനെ കുതിർത്താൻ സാധ്യമല്ല, അതിനെ ഛേദിപ്പിക്കുവാൻ സാധ്യമല്ല, അതിനെ മുറിക്കാൻ സാധ്യമല്ല, ഉണക്കാനോ കുതിർക്കാനോ ഒന്നും സാധ്യമല്ല. അത് അവ്യക്തമാണ്, അചിന്ത്യമാണ്, അവികാരിയാണ്, സനാതനമാണ്, അവ്യയമാണ്, അവിനാശിയാണെന്ന് മനസ്സിലാക്കിയിട്ട് തസ്മാത്, ഈ കാരണങ്ങളെ കൊണ്ട് ഏവം, ഇവനെ, ഈ കാര്യത്തില് ആത്മാവിനെ കുറിച്ച് നല്ല പോലെ വിദിത്വാ ഏനം, ഇപ്രകാരമെല്ലാം മനസ്സിലാക്കിയിട്ട് ഏനം, ഇവനെ നല്ല പോലെ അറിഞ്ഞിട്ട് നാ അനുശോചിതുമർഹസി, നീ അവരെ കുറിച്ച് ശോചിക്കുവാൻ നാ അർഹസി, അർഹനല്ല കൂട്ടുകാരാ. അർജുന, കൗന്ദേയ, പാർത്ഥ, നിനക്ക് ആരെ കുറിച്ചിട്ടും, അല്ലെ, ആരംഭിച്ചത് തന്നെ എന്താണ്? അശോച്യാനശോചസ്തം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂന ഗദാസൂംശ്ച ന അനുശോചന്തി പണ്ഡിതാഹ. അങ്ങനെ പറഞ്ഞിട്ടാണ് 11ാമത്തെ ശ്ലോകം ആരംഭിച്ചത്. വേദവേദാന്ത സാര സർവസ്വം. അങ്ങനെ വാദഗതികളെല്ലാം പറഞ്ഞ് കുറെ സോളിഡ് സ്റ്റേറ്റ്മെന്റും കോൺക്രീറ്റ് സ്റ്റേറ്റ്മെന്റും കുറെ എവിഡൻസും കുറെ സാക്ഷികളെയും എല്ലാം പറഞ്ഞ് 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 ആ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉപസംഹരിക്കുകയാണ്. അങ്ങനെയാണ് ഒരു ആധ്യാത്മിക വാദഗതി. കോടതിയിലായാലും എവിടെയായാലും ബ്രഹ്മസമടങ്ങളിലോ ദേവസമടങ്ങളിലോ എന്തെങ്കിലും ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു, പിന്നെ അതിനെ സപ്പോർട്ടിങ് ഡോക്യുമെന്റോട് കൂടിയിട്ട് അല്ലെങ്കിൽ പല പല കോണുകളിൽ കൂടെ വീക്ഷണത്തിൽ കൂടെ പറഞ്ഞ് 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 അവസാനം ഈ കാരണങ്ങളെ കൊണ്ട്. അതാണ്, നോക്കൂ നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ ശൈലി നോക്കിയാൽ നിങ്ങൾ, അല്ലെ, കാരണം അതിൽ യാതൊരു ലൂപ്പ് ഹോൾ ഉണ്ടാവില്ല. ഇത് തന്നെയാണ് അന്നത്തെ മനുസ്മൃതിയും വസിഷ്ഠ സ്മൃതിയും പരാശര സ്മൃതിയും ഇന്നത്തെ IPCയും അംഗീകരിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ശൈലി തന്നെയാണ്. നാശോചിതും അർഹസി, ആദ്യം പറഞ്ഞു നീ അവരെ കുറിച്ചിട്ട് ജീവിക്കുന്നവരെ കുറിച്ചോ മരിച്ചവരെ കുറിച്ചോ നിനക്ക് ശോചിക്കുവാൻ അർഹനല്ല അർജുന എന്ന് പറഞ്ഞു. കാരണം എന്ത്? അർജുനൻ ചോദിച്ചു, എന്താ കാരണം? കാരണം വേണ്ടല്ലോ, വെറുതെ അങ്ങോട്ട് ശോചിക്കുവാൻ, നീ ദുഃഖിക്കുവാൻ അർഹനല്ല എന്ന് പറഞ്ഞതുകൊണ്ടായോ? കാരണം പറയൂ ഭഗവാൻ എന്ന് പറഞ്ഞു. ഭഗവാൻ പിന്നീട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പതുക്കെ 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 പറഞ്ഞ് ഇവിടെ പറഞ്ഞു, തസ്മാദേവം വിദിത്വ, ഈ പ്രകാരം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ കാരണങ്ങളെ കൊണ്ട് നശോചിതും അർഹസി, നിനക്ക് ശോചിക്കുവാൻ അർഹതയില്ല. തസ്മാത്, അതുകൊണ്ട് യുദ്ധസ്വഭാരത, നീ യുദ്ധം ചെയ്താലും നിന്റെ കർമ്മം ചെയ്താലും, കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു അല്ലെ, ആജ്ഞയോട് കൂടിയിട്ട് അനുജ്ഞയോട് കൂടിയിട്ട് ഭഗവാൻ പറയുന്നു, നിന്റെ കർമ്മം അനുഷ്ഠിക്കൂ, നിക്ഷത്രിയനാണ്, ക്ഷാത്രധർമ്മം അനുഷ്ഠിക്കൂ, യുദ്ധം അനുഷ്ഠിക്കൂ, ഇപ്രകാരം അനുഷ്ഠിച്ചുകൊണ്ട്, അല്ലെ. അതുകൊണ്ട് നീ മുത്തച്ഛൻ മരിക്കും, ആചാര്യന്മാര് മരിക്കും, ഇതൊന്നും നീ വിചാരിക്കണ്ട, നീ യുദ്ധം ചെയ്തോളൂ. അല്ല, ഇനി വിട്, നീ ബുദ്ധിമാനൊന്നല്ല, നീ വലിയ ജ്ഞാനിയൊന്നല്ല, നീ ഒരു സാധാരണക്കാരനാണ്, അല്ലെ, അങ്ങനെ നീ വിചാരിച്ചോ. അങ്ങനെയാണെങ്കിലും നിനക്ക് ശോചിക്കുവാൻ അർഹനല്ല. കാരണം എന്താണ്? ഭഗവാൻ ഇനി വേറെ തലത്തില് ഡു ആൻഡ് ഡോണ്ട് എന്നൊക്കെ പറയില്ലേ നമ്മൾ, ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതും നല്ലതും ചീത്തയും രണ്ട് വശങ്ങളുണ്ട് ഒരു നാണയത്തിന്. ഇനി ഭഗവാൻ ഇനി ഒരു സാധാരണക്കാരന്റെ ഭാഷയിൽ, നമ്മുടെ പോലെ ഈ റൂട്ടിൽ നടക്കുന്ന ആൾക്കാരുടെ ഭാഷയിൽ ഇനി പറയാണ്, ശ്രീ ഭഗവാനുവാച അദച്ചൈനം നിത്യജാതം നിത്യം വമന്യസേ മൃതം തദാപിത്വം മഹാബാഹോ നൈവം ശോചിതും അർഹസേ. ട്രാൻസ്ലേഷൻ, വിവർത്തനം. അല്ലയോ അർജുന, അതല്ല ജീവന്റെ ലക്ഷണമായ ആത്മാവ് ജനിക്കുകയും
എന്നേക്കുമായി മരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വാസമെങ്കിൽ തന്നെയും അല്ലയോ മഹാബാഹോ, നിനക്കൊരിക്കലും ദുഃഖിക്കാനില്ല. ഈ ശ്ലോകത്തിന്റെ ആശയ വിശദീകരണം, ഭാവാർത്ഥം, പർപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒരു ആത്മാവില്ലെന്ന് വിശ്വസിക്കുന്ന ഏതാണ്ട് ബുദ്ധമതക്കാരെ പോലെയുള്ള ഒരു വിഭാഗം തത്വചിന്തകരുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം ചെയ്ത കാലത്ത് അങ്ങനെയും ചിലരുണ്ടായിരുന്നുവെന്ന് വേണം കരുതാൻ. ലോകായതികളെന്നും വൈഭാഷികരെന്നുമുള്ള പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ഭൗതിക സങ്കലനത്തിന്റെ പരിപക്വാവസ്ഥയിൽ ജീവന്റെ ആവിർഭാവം ഉണ്ടാകുമെന്ന് അത്തരക്കാർ കരുതുന്നു. ആധുനിക ശാസ്ത്രജ്ഞന്മാരും ഭൗതികവാദികളായ തത്വജ്ഞാനികളും ഏതാണ്ട് ഇതുപോലെയാണ് ചിന്തിക്കുന്നത്. ഭഗവാൻ പറയാ അതാ അല്ലെങ്കിൽ വേണ്ട, അല്ലെ? ഒരു കാര്യത്തെ പറഞ്ഞിട്ട് അതിന് വിപരീതമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോഴാണ് അതാ, അല്ലെ? അങ്ങനെ അല്ലെങ്കിൽ കൂടെയും ഏനം ഇവനെ, ആരെ? ആത്മാവിനെ, നിത്യജാതം, നിത്യവും ജനിക്കും, എപ്പോഴും ജനിക്കും. നേരത്തെ പറഞ്ഞു ജനിക്കുന്നില്ല, മരിക്കുന്നില്ല, ജീർണിക്കുന്നില്ല, വ്യയം സംഭവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ന ജായതേ മ്രിയതേ വാ കദാചിത്, അതെല്ലാം പറഞ്ഞു. ഇനി ഭഗവാൻ പറയാ അത് വിട്, നീ അതൊക്കെ മറന്നേക്കുന്നേ. നീ വിചാരിക്കണു നിത്യം ജാതം, എപ്പോ ഓരോ ജന്മത്തിലും പുതിയ ആത്മാവുണ്ടാകുന്നു, പുതിയ അർജുനൻ ഉണ്ടാകുന്നു, അങ്ങനെ വിചാരിച്ചോളൂ. നിത്യം വാ മൃതം, അത് മരിക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം കാലത്ത് അല്ലെങ്കിൽ അടുത്ത ജന്മത്തില് 50 വർഷം കഴിഞ്ഞിട്ടോ 100 വർഷം കഴിഞ്ഞിട്ടോ നീ വീണ്ടും ജനിക്കുന്നു, നീ മരിക്കുന്നു, നീ ജനിക്കുന്നു, നീ മരിക്കുന്നു, നീ ജനിക്കുന്നു, നീ മരിക്കുന്നു. മന്യസേ, എങ്ങനെയാണ് നീ വിചാരിക്കുന്നത്? നോക്കൂ, ഇവിടെ അതാ ഏനം ചവാമന്യസേ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ കൂടിയും, സത്യം അതല്ലാന്ന്. മനസ്സിലായോ? അപ്പോ ഭഗവാൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഇതായിരിക്കും സത്യം. അങ്ങനെ വിചാരിക്കരുത്. കാരണം അതല്ലെങ്കിൽ കൂടെയും, അഥവാ അങ്ങനെ പറഞ്ഞിരിക്കണം. അതായത് ഇതല്ല സത്യം, മറ്റേതാണ് സത്യം. അല്ല, ഇനി നീ ഇപ്രകാരമാണ് കരുതുതെങ്കിൽ കൂടിയും. സത്യം മനസ്സിലാക്കണേ. അപ്പൊ ഇത് സത്യമാണോ? അല്ല, ഇത് സത്യമല്ല. സത്യം അതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇനി ഇങ്ങനെയാണ് നീ വിചാരിക്കുന്നതെങ്കിൽ കൂടെയും നിന്റെ അജ്ഞാനം മൂലം, അല്ലെങ്കിൽ നിന്റെ ആരെങ്കിലും പറഞ്ഞ് അതിങ്ങനെ പറഞ്ഞു നിന്റെ ചെവിയിൽ കേട്ട് നിന്റെ തലമണ്ടയിൽ ഇതാണ് നിന്റെ സങ്കല്പമെങ്കിൽ കൂടെയും. പക്ഷെ സത്യം അതല്ല കേട്ടോ. അതാണ് ഇവിടെ ഏവം, ഇപ്രകാരം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാക്യങ്ങള്, ചെറിയ വാക്കുകള് ഈ സാധനത്തിന്റെ കൂടെ ചേർക്കുമ്പോൾ അർത്ഥവ്യത്യാസം തന്നെ മാറിപ്പോവും. അതൊക്കെ നമ്മൾ കണ്ടു, അല്ലെ? പുഞ്ചിരിച്ചു കൊണ്ടെന്ന പോലെ, അല്ല പുഞ്ചിരിച്ചുകൊണ്ടാണോ? അല്ല, പുഞ്ചിരിച്ചു കൊണ്ടെന്ന പോലെ, തോന്നുന്ന പോലെ ഒക്കെ നേരത്തെ കണ്ടു. അങ്ങനത്തെ വാക്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് ഏവം, ഇപ്രകാരം. ഇവിടെ ഇപ്രകാരമല്ല, ആത്മാവ് എല്ലാ ജന്മങ്ങളിലും പുതിയതായിട്ട് ജനിക്കുകയും എല്ലാ ജന്മങ്ങളിലും മരിക്കുകയും ചെയ്യുന്നതാണെങ്കിൽ കൂടെ, അതായത് നമ്മുടെ മരണത്തോട് കൂടിയിട്ട് നമ്മുടെ എല്ലാം അവസാനിച്ചു എന്ന് ചുരുക്കം. പിന്നെ നമ്മളില്ല, നമ്മുടെ വ്യക്തിത്വം നശിച്ചു. ഇനി ഉണ്ടാവാൻ പോകുന്നത് വേറൊരു ആത്മാവാണ്. അങ്ങനെയാണെങ്കിൽ കൂടെയും തഥാഭിത്വം, തഥാ അപ്രകാരമാണെങ്കിൽ കൂടെയും ത്വം, നീയെ, മഹാബാഹോ, വീര, ശൂര, ധീര, മഹത്തായ കർമ്മങ്ങൾ ചെയ്യുന്നവനെ, ബുദ്ധിമാനെ, അല്ലെ? ഭഗവാൻ പറയാണ് നീ വിഡ്ഢിയാണെങ്കിൽ കൂടെയും ഇങ്ങനെ വിചാരിച്ചോളൂ. എന്നിട്ട് പറയാ നീ വിഡ്ഢിയല്ല, നീ മഹാബാഹോ, നീ പരാക്രമശാലിയാണ്, ബുദ്ധിമാനാണ്. അങ്ങനെ വിചാരിക്കാനേ പാടില്ല എന്ന്. ഭഗവാന്റെ നോക്കണ ടാക്ടിക് നോക്കണം, ഭഗവാന്റെ ആ ഡീലിങ് നോക്കണം നമ്മള്, ആ ഒരു ഡിപ്ലോമാറ്റിക് വേ. ന ഏവം, ഇവനെ കുറിച്ച് നശോചിതം അർഹസി, ദുഃഖിക്കാനില്ല, അല്ലെ? ഇനി അഥവാ നീ ദിവസവും മരിക്കുകയും ജനിക്കുകയും, അല്ലെങ്കിൽ ഓരോ ജന്മത്തിലും നീ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വസിച്ചാൽ കൂടെയും, സത്യമല്ല, പാരമാർത്ഥികമല്ല, വ്യാവഹാരിക തലത്തിൽ നീ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിലും, അല്ലയോ മഹാബാഹോ, മഹത്തരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുവാൻ ജനിച്ചവനെ, അല്ലെ? കയ്യൂക്കുള്ളവനെ, അറിവുള്ളവനെ, ഏവം ഇപ്രകാരമാണെങ്കിൽ കൂടെയും നശോചിതും അർഹസി, ദുഃഖിക്കുവാൻ നിനക്ക് അർഹതയില്ല, അല്ലെ? അങ്ങനെ ഉണ്ടാവൂ? ഇല്ല. 2 തരം ദോഷങ്ങൾ വരും. ഒന്ന്, നമ്മുടെ കർമ്മഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റാതായി വരും. അപ്പൊ ആളുകൾ പുണ്യം ചെയ്യോ? ഇല്ല. പുണ്യം എന്തിനാ ചെയ്യണത്? എനിക്ക് ഇഹലോകത്തിലും പരലോകത്തിലും സുഖം കിട്ടില്ലല്ലോ. ഞാൻ ഈ മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിനോട് തന്നെ ചേർന്ന് പോകുന്നു, ഞാൻ ഈ ജന്മത്തോട് കൂടിയിട്ട് അവസാനിക്കും, പിന്നെ ഞാൻ നല്ലത് ചെയ്തിട്ട് എന്താ പ്രയോജനം? അങ്ങനെ ഒരു ചിന്ത വരും, അല്ലെ? അപ്പോ നമ്മുടെ ജീവിതം, നമ്മുടെ സമൂഹം, അല്ലെങ്കിൽ നമ്മുടെ ലോകം, പ്രപഞ്ചം എല്ലാം നശിച്ചു നാരണകല്ലാവും. അതൊരു ദോഷം. 2, ഇനി എന്തെങ്കിലും പാപം ചെയ്തു കഴിഞ്ഞെന്ന് വെച്ചാൽ ആ പാപപ്രവൃത്തികളുടെ ആ പ്രായച്ചിത്തം, പശ്ചാത്താപം ചെയ്യാനായിട്ട് നമുക്കൊരു ജന്മം കിട്ടും. അതും കിട്ടില്ല.
അപ്പൊ പിന്നെ അതും പോയി. ഇനി നമുക്ക് പുതിയൊരു ജന്മം കിട്ടുമ്പോ ഈ കഴിഞ്ഞ ജന്മമായിട്ട് യാതൊരു ബന്ധമില്ലാത്തത് കൊണ്ട് നമുക്ക് പുതിയ കർമ്മഫലങ്ങളായിട്ടും കിട്ടാം. അതായത് നമുക്ക് വിധിക്കാത്തത്, അല്ലെ, നമുക്ക് അനുയോജ്യമല്ലാത്തത്, യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത കർമ്മഫലത്ത്, യാതൊരു ബന്ധമില്ലാത്ത വീട്ടിലായിരിക്കും നമ്മൾ ജനിക്കുക, ഏതെങ്കിലും രാജ്യത്തായിട്ടും ജനിക്കുക, മനുഷ്യനോ പട്ടിയോ പൂച്ചയോ ആയിട്ട് ജനിക്കുക. തൻ്റേതല്ലാത്ത കാരണത്താല് നമുക്ക് വേറെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരുന്നു. രണ്ടാമത്തെ ദോഷം. അപ്പൊ ശാസ്ത്രം ഇത് അംഗീകരിക്കുന്നുണ്ടോ? വേദാന്തം ഇത് അംഗീകരിക്കുന്നുണ്ടോ? ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഇത് ആ അർജുനനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അവന് തെറ്റും ശരിയും പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, എപ്പോഴും ഒരു താരതമ്യ പഠനം വേണം. ഒരു വാഹനം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഈ കാറിന് ഇന്ന കാര്യങ്ങളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഈ കാറിന് അതൊന്നും ഇല്ല കേട്ടോ. അതെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഏതാ ശ്രേഷ്ഠം, മറ്റേത് ശ്രേഷ്ഠം. മൊബൈൽ വാങ്ങാൻ പോയി ഒരു 10 മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഇതിന്റെ ഗുണങ്ങൾ ഇതാണ്, ഇതാണ്, ഇതിന് അതൊന്നും ഇല്ല കേട്ടോ, അപ്പൊ നമ്മൾ അത് വേണ്ട, അത് മാറ്റി വെച്ചു. അങ്ങനെ ഒരു താരതമ്യ പഠനം ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ പാരമാർത്ഥിക സത്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് വ്യാവഹാരിക പ്രാതിഭാസിക തത്വം പറഞ്ഞു. ഇങ്ങനെയാണ് ചില ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ബുദ്ധമതാനുയായികൾ അങ്ങനെ വിശ്വസിക്കുന്നത്, നേരത്തെ പറഞ്ഞ പാഴ്സികള്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ചില ആളുകള്, അവരൊക്കെ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിച്ചോട്ടെ, കുഴപ്പമില്ല. വിശ്വാസം അതല്ല. നേരത്തെ എന്റെ ക്ലാസ്സിന് മുന്നേ ഒരു കുട്ടി പറഞ്ഞില്ലേ വിശ്വാസം. അപ്പൊ ഓരോരുത്തരുടെയും വിശ്വാസം അതാണ്. പക്ഷെ ഹിന്ദുമതം അനുസരിച്ച്, സനാതനധർമ്മം അനുസരിച്ച്, നമ്മുടെ ഭഗവാന്റെ കാഴ്ചപ്പാട് അനുസരിച്ച് എന്താണ്, ആ ജീവാത്മാവ് മരിക്കുകയോ ജനിക്കുകയോ ചെയ്യുന്നില്ല, ജീവിതം തുടർന്ന് പോകുന്നു. അപ്പൊ എന്തുകൊണ്ടാണ്, അർജുനൻ ചോദിച്ചു, അല്ല എന്താ ദുഃഖിക്കാൻ അർഹതയില്ലാത്തത്? അതും കൂടി പറഞ്ഞു തരാൻ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, സമയമായി, അടുത്ത ശനിയാഴ്ച രാവിലെ 6 മണിക്ക് ഞാൻ പറഞ്ഞു തരാം ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇന്നത്തെ ക്ലാസ് ഉപസംഹരിച്ചു. അടുത്ത ശനിയാഴ്ച രാവിലെ 6 മണിക്ക് കാണാം. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും പുരുഷോത്തമ മാസ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും വൈകുണ്ഠ ലോകത്തിൽ പോകാനുള്ള എല്ലാ യോഗ്യതയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. പ്രഭുജി, ഒരു സംശയം ഉണ്ടായിരുന്നു പ്രഭുജി. പാദ നമസ്കാരം പ്രഭുജി. ഈ പുരുഷോത്തമ മാസം എല്ലാ വർഷവും ഇല്ലല്ലോ പ്രഭുജി, അതിനെ കുറിച്ച് ഒന്ന് എങ്ങനെ ആചരിക്കണ്ടെന്നൊന്ന് പറഞ്ഞു തരുമോ? ഹരേ കൃഷ്ണ പ്രഭുജി. അത് ഗ്രൂപ്പിലിടും, ആദികർത്ത പ്രഭു ഗ്രൂപ്പിലിടും. അത് നമ്മുടെ 15 ദിവസങ്ങളാണ് ഒരു പക്ഷം. കറുത്ത പക്ഷം, വെളുത്ത പക്ഷം, അല്ലെങ്കിൽ ശുക്ലപക്ഷം, കൃഷ്ണപക്ഷം. 15 15 30 അങ്ങനെയുള്ള 12 മാസങ്ങൾ 360 ദിവസം. പക്ഷേ ഇതെല്ലാം ചാന്ദ്രമാസം അനുസരിച്ചാണ്, ചന്ദ്രന്റെ ദിശ അനുസരിച്ചാണ്, സൂര്യന്റെ ദിശ അനുസരിച്ച് 365 ദിവസം വരും. അങ്ങനെ 3 വർഷങ്ങളോ 4 വർഷങ്ങളോ കഴിയുമ്പോൾ കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസം വരും. നമ്മുടെ കാലഗണന നിർണ്ണയിക്കാൻ പറ്റാതാവും. അപ്പൊ 3 വർഷങ്ങൾ കഴിയുമ്പോഴോ 4 വർഷങ്ങൾ കഴിയുമ്പോഴോ ഒരു 26 ദിവസത്തെയോ 27 ദിവസത്തെയോ 28 ദിവസത്തെയോ ഒരു മാസം അധികമായിട്ട് അതിൽ ചേർക്കും. അതിനെയാണ് അധിമാസം അല്ലെങ്കിൽ അധിക മാസം പറയുന്നത്. അതിന്റെ ഇപ്പോ കാർത്തിക മാസത്തിന്റെ ദേവത ദാമോദരനാണ്, അതുപോലെ ഈ മാസത്തിന്റെ ദേവൻ പുരുഷോത്തമനാണ്. അതുകൊണ്ട് പുരുഷോത്തമ മാസം എന്ന് പറയുന്നു. 15-ാമത്തെ അധ്യായം കൈവല്യാഷ്ടകം, കേവലാഷ്ടകം, ചൗരാഷ്ടകം, അങ്ങനെയുള്ള കുറെ ഇത് വായിക്കുക. 15-ാമത്തെ അധ്യായം വായിക്കുക. അത് നിങ്ങളുടെ ഗ്രൂപ്പിലിടും, നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. ഗ്രൂപ്പിലിടും. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. നമ്മുടെ സമയമായിരിക്കണോ? ഹരേ കൃഷ്ണ. എല്ലാരും വരിക. പ്രഭുജി മുടങ്ങാതെ നമുക്ക് കിട്ടുന്നതിലേക്ക് വേണ്ടി സംശയം ചോദിച്ചാട്ടെ, പറഞ്ഞട്ടെ. ഹരേ കൃഷ്ണ പ്രഭു. നമ്മൾ ആത്മാവും പരമാത്മാവും അല്ലെ ഭഗവാൻ വിഭുവാണ്, ആത്മാവ് അണുവാണ്. അപ്പോ ഈ ഒരു ഭഗവാന്റെ ശരീരത്തിൽ നിന്നാണ് ഒരു ലൈറ്റ് വരുന്നത്. അപ്പൊ ആത്മാവിനെ ഇപ്പൊ കാണാൻ പറ്റില്ല, മറിക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ആത്മാവിനൊരു പവർ ഉണ്ട്. ആ പവറാണ് ഇപ്പം ഓരോ ജീവികളിൽ ഇപ്പൊ ഇരിക്കുമ്പോൾ നമുക്കൊരു എനർജി നൽകുന്നതും. ഒരു ഇപ്പൊ അതിന്റെ അവർ ആനയ്ക്കായിരുന്നാലും ആ പവറിന് മനുഷ്യന്റെ പവറിനെക്കാളും വ്യത്യാസമുണ്ട്, കുതിരയുടേത്. അപ്പൊ എങ്കിലും ഈ ആത്മാവ് ആ ശരീരത്തിന് ഇരിക്കുന്നത് അനുസരിച്ചായിരിക്കും പവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ ആത്മാവിന് ഒരു പ്രകാശം, ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്. അപ്പൊ ആത്മാവിന് ഒരു പ്രകാശം ഉണ്ടാവില്ല, ആ ശരീരത്തിൽ മാത്രം സ്പ്രെഡ് ചെയ്യുന്ന. അപ്പൊ ഭഗവാന്റേത് ലോകം സർവ്വവ്യാപിയായിട്ടുള്ള ഒരു പ്രകാശവും. അപ്പൊ അത് ഭഗവാന്റെ അംശം, നമ്മുടെ അംശമായത് കൊണ്ടാണോ?
അപ്പൊ അങ്ങനെ അതെ, ഞാൻ ഭഗവാന്റെ പറഞ്ഞത് ശരിയാണോ? ഭഗവാന്റെ വിഭവാംശമാണ്. ഭഗവാന് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങള് ബ്രഹ്മജ്യോതി എന്നറിയപ്പെടും. അത് സകല ബ്രഹ്മാണ്ടങ്ങളിലും പ്രകാശിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വിഭിന്നാംശമായതുകൊണ്ടും നേരത്തെ പറഞ്ഞ വലുപ്പത്തില് വളരെ കുറവായതുകൊണ്ടും, എന്നാലോ ഗുണമനുസരിച്ച് സകലതുണ്ട്. നമ്മുടെ ചൈതന്യം എന്താണ്? ഒരു മൃതശരീരവും ജീവനുള്ള ശരീരവും തമ്മിലുള്ള വ്യത്യാസം. ആ ജീവനുള്ള ശരീരത്തിന് ഒരു ഛേദസ്, മുഖത്ത് നോക്കുമ്പോൾ ഒരു കാന്തി, ഒരു പ്രകാശം ഉണ്ടായിരിക്കും അല്ലെ? ഒരു ബൾബ് പ്രകാശിക്കാത്തടത്തോളം കാലം, വൈദ്യുതി പ്രവഹിക്കാത്തടത്തോളം കാലം അത് ജഡവസ്തുവായിട്ട് അത് മങ്ങി, അത് യാതൊരു തരത്തിലുള്ള ഇതില്ല. പക്ഷെ പ്രകാശം ഉടനെ തന്നെ അതിലേക്ക് പച്ചയോ നീലയോ പ്രകാശം പൂരിതമാകുന്നു. അതുപോലെ ആ ഒരു കറണ്ട്, ഉണ്മ, അചേതന, അവബോധം അല്ലെ, കോൺഷ്യസ്നെസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മുഖമെല്ലാം പ്രകാശപൂരിതമാകും. ഒരു ഛേദസ് ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് വിശദീകരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഭഗവാന്റെ പ്രകാശത്തിന്റെ അത്രയ്ക്കില്ലേ. കാരണം ഭഗവാൻ വിഭുവാണല്ലോ, ഭഗവാൻ പരമാത്മാവാണ്, അദ്ദേഹം %. പക്ഷെ നമ്മളിൽ അത്രയില്ല, പക്ഷെ കുറച്ചുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്രയും ചേതനയില്ലെങ്കിലും ചുറ്റുമുള്ള വസ്തുക്കളെ ഒന്ന് ചില ഗുരുക്കന്മാരുടെ, ആചാര്യന്മാരുടെ തലയ്ക്ക് പിന്നിലൊക്കെ ഒരു പ്രഭാമണ്ഡലം കണ്ടിട്ടില്ലേ? ആ പ്രകാശ രൂപത്തിലുള്ളത്. പിന്നെ ചില മഹാത്മാക്കളൊക്കെ നമ്മൾ ദൂരെ നിന്ന് തന്നെ കാണുമ്പോൾ തന്നെ ഒരു ഗ്രേസ് കണ്ടിട്ടില്ലേ നിങ്ങൾക്ക്? അതെല്ലാം ഈ ചേതനയുടെ ഭാഗമായിട്ടാണ്. ഈ ഒരു ജീവാത്മാവിന്റെ ആ പ്രകാശപൂരിതമാകുമ്പോഴാണ് കണ്ണുകളും മുഖവും എല്ലാം. ഇനിയിപ്പോ വെളുത്തവനെന്നാവണ്ട, കറുത്ത കളറായിക്കോട്ടെ, ആഫ്രിക്കക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളത്, അവര് ആ ഗ്രേസ് വരും അവരില്. ഈ ഭഗവത് ഭക്തിയുത സേവനം ചെയ്ത് അതൊക്കെ ആവുമ്പോൾ ആ അതിന്റെ പ്രകാശം കൂടുതലാവും. പല പല ബൾബുകളിൽ പല പല പ്രകാശം വരുന്നവരെ. വൈദ്യുതി ഒന്ന് തന്നെയാണ്, പക്ഷെ അത് എപ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത്, എന്ത് വസ്തുക്കളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതിനനുസരിച്ച് പ്രകാശം തന്നെ പലതരത്തില് ഓരോ ബൾബിലും പ്രതിഫലിക്കും. അതുപോലെ നമ്മുടെ ആ ചൈതന്യം വരുന്ന സമയത്ത് നമ്മുടെ ശരീരം എപ്രകാരമാണോ അത് റിയാക്ട് ചെയ്യുന്നത്, അതിനനുസരിച്ച് പ്രകാശപൂരിതമാകും അല്ലെ? ചില ആളുകളോട് സംസാരിക്കാൻ തോന്നുന്നില്ല, മൂടിയായിട്ട് അല്ലെ, കാണുമ്പോൾ തന്നെ ഒരു കുശുമ്പൻ, അയ്യോ അവരോട് സംസാരിക്കാൻ തോന്നില്ലേ പ്രഭു? പക്ഷെ ചില ആളുകളെ കാണുമ്പോൾ തന്നെ എന്ത് ഗ്രേസ് ആയിരിക്കും അല്ലെ? ഓ, ആ പ്രകാശപൂരിതം ഇതാണ്. അതെല്ലാം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട് മാതാജി. ആ സമയത്ത് നമുക്ക് തീർച്ചയായും